നടത്തുമെന്ന് പറഞ്ഞു. അതിന്റെ പോയിന്റ്സ് എല്ലാം സാറ് പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ സാറിന് സമയക്കുറവുള്ളത് ഞാൻ അതിനുശേഷം സംസാരിക്കാം. ഈ നമ്മുടെ ഇന്നത്തെ ഈ ഡിസ്കഷന്റെ കാര്യങ്ങൾ, ഇന്നലെയും ഇന്നും നടന്ന ഡിസ്കഷന്റെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദരണീയനും ബഹുമാനീയനുമായ ദേശീയ പ്രസിഡന്റിനെ ഞാൻ ആദരവോടെ ക്ഷണിക്കുകയാണ്. എനിക്ക് മുമ്പ് നിങ്ങളെ അഭിസംബോധന ചെയ്ത ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ രാമചന്ദ്രൻ, അതുപോലെ തന്നെ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ അവർകൾ, വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രാജീവൻ ഉൾപ്പെടെ, ശ്രീ സമദ് ഉൾപ്പെടെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ അംഗങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏറ്റവും ഒടുവിൽ ചേർന്ന ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ നിർവാഹക സമിതി യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കേന്ദ്ര മന്ത്രിമാരെ നേരിൽ കണ്ട് LIC ഏജന്റ് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം, നിവേദനം നൽകി വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും ഇന്നുമായി ശ്രീ രാമചന്ദ്രനും അതുപോലെ ശ്രീ രാധാകൃഷ്ണനും ശ്രീ രാജീവൻ ഉൾപ്പെടെയുള്ള 3 അംഗ സംഘം ഡൽഹിയിലെത്തി. ഇന്നലെ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അവരുമായി കണ്ടു, നിവേദനം സമർപ്പിച്ചു. ഏതാണ്ട് 10-15 മിനിറ്റ് നേരം നമ്മൾ പൊതുവായി LIC ഏജൻസിന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്ന് വൈകുന്നേരം കേന്ദ്ര തൊഴിൽ മന്ത്രി ശ്രീ മൻസുഖ് മണ്ഡാവിയുമായി സമാന സ്വഭാവത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വിശദമായ നിവേദനം നൽകി അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. 2 ചർച്ചകളിലും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് 2 മന്ത്രിമാരുമൊക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായ സമീപനം നടപടികളുടെ കാര്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതിൽ നമ്മൾ സമർപ്പിച്ച നിവേദനത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നിരന്തരം നമ്മൾ സംസാരിക്കുന്നതാണ്. LIC ഏജന്റന്മാർക്ക് ഒരു പെൻഷൻ ഏർപ്പെടുത്തുക, ക്ഷേമനിധി ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ് സ്കീം, ഏജന്റുമാർക്കും ഏജന്റുമാരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു പ്രത്യേകമായ മെഡിക്കൽ ബെനിഫിറ്റ് സ്കീം ഏർപ്പെടുത്തുക, നിലവിലുള്ള ഗ്രാറ്റുവിറ്റി 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക. അതുപോലെ കേന്ദ്ര തൊഴിൽ മന്ത്രിയെ കണ്ട് പ്രധാനമായും പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ESI ബെനിഫിറ്റ് സ്കീമിൽ അല്ലെങ്കിൽ ESI സ്കീമിൽ LIC ഏജൻസിനെ അംഗങ്ങളാക്കി മാറ്റുക, പ്രോവിഡന്റ് ഫണ്ടിന്റെ പരിധിയിൽ കൊണ്ടുവരിക. അതുപോലെ ഓൺ മാർക്കറ്റിംഗിന്റെ ഭാഗമായി, ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായി നടക്കുന്ന ബീമാ സുഖം പോർട്ടലിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ ക്രമക്കേടുകൾ അത് പുനഃപരിശോധിക്കണം, അവസാനിപ്പിക്കണം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമഗ്രമായ നിവേദനമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനും അതുപോലെ കേന്ദ്ര തൊഴിൽ മന്ത്രി ശ്രീ മൻസുഖ് മണ്ഡാവിക്ക് നൽകിയെന്ന് മാത്രമല്ല, അവരുമായി 10-15 മിനിറ്റ് നേരം രണ്ടുപേരുമായി ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടായത്. അതിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഇതിനു മുമ്പ് പലതവണയും ഉറപ്പുകളൊക്കെ ലഭിച്ചിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഫലപ്രാപ്തിയിൽ പ്രായോഗിക തലത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. പക്ഷെ അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവരാനും LIC ഏജന്റ് ഏതാണ്ട് 13 ലക്ഷത്തിലധികം വരുന്ന LIC ഏജൻസിന്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും അവരുമായി ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നയപരമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും കുറഞ്ഞത് ഈ വ്യവസായ സ്ഥാപനത്തെ LIC എന്ന് പറയുന്ന മഹാവൃക്ഷത്തെ, വടവൃക്ഷത്തെ താങ്ങി നിൽക്കുന്ന LIC ഏജന്റുമാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരാനും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാനും തീർച്ചയായിട്ടും ഈ 2 കൂടിക്കാഴ്ചയും അതിനെ തുടർന്നുള്ള ചർച്ചകളും സഹായകരമാകുമെന്നുള്ള ശുഭോദർഘമായിട്ടുള്ള പ്രതീക്ഷയാണ് ആ ഡെലിഗേഷനിൽ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ ഡെലിഗേഷൻ നേതൃത്വം കൊടുത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യണം. അതിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യത്തിൽ ആവർത്തിച്ചവര് ഉറപ്പ് നൽകിയ ഒരു കാര്യം ഇതായിരുന്നു: ബാങ്കിങ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ബാങ്കിങ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല, അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള നിലയിലാണ്. കാരണം അത് ചെയ്യാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉണ്ട്,
സമാന സ്വഭാവത്തിലുള്ള നിരവധി കമ്പനികൾ നിലവിലുള്ളപ്പോൾ ബാങ്കിംഗ് മേഖല, ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള ബിസിനസ് നടത്തേണ്ട ആവശ്യമില്ല എന്ന ശക്തമായ നിലപാടാണ് അവർ ആവർത്തിച്ച് ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ LIC ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ, ക്ഷേമനിധി, ഗ്രാറ്റുവിറ്റി പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. 5 ലക്ഷം രൂപയാണ്, 2 ലക്ഷം രൂപയാണ് 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത്. ആ 5 ലക്ഷം രൂപയുടെ ഗ്രാറ്റുവിറ്റി 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണം. പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ. ഇപ്പൊ സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികൾക്ക് LIC മാനേജ്മെന്റ് നൽകുന്ന അധികരിച്ച കമ്മീഷൻ, നൽകുന്ന ആനുകൂല്യം, കമ്മീഷന്റെ പേരിൽ അല്ല മറ്റേതെങ്കിലും പേരിൽ നൽകുന്ന ആനുകൂല്യത്തിന്റെ ഭാഗമായി LIC ഏജൻസിനെയും അല്ലെങ്കിൽ LICയുടെ ബിസിനസ്സെയും അത് സാരമായി ബാധിക്കുന്നു എന്നുള്ള പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നത് ആദ്യമായിട്ടാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി പരിശോധിക്കാം, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രതികരിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട മൻസുഖ് മണ്ഡാവിയ കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയം, ലേബർ മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇതേവരെ അംഗീകരിച്ച് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. LIC മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ പോലും ഇവർ ജീവനക്കാരാണ്, തൊഴിലാളികളാണ്. സത്യത്തിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് LIC മാനേജ്മെന്റ് ആണ്, കമ്മീഷൻ കൊടുക്കുന്നത് LIC മാനേജ്മെന്റ് ആണ്, അനുബന്ധ ആനുകൂല്യങ്ങൾ നൽകുന്നത് LIC മാനേജ്മെന്റ് ആണ്. ഇവർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏജൻസ് ആണ്. അപ്പൊ സ്വാഭാവികമായും ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യാൻ നാളിതുവരെയായി LIC മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്ന വിഷയമാണ് പ്രധാനമായും ലേബർ മിനിസ്റ്ററുടെ മുമ്പാകെ നമ്മൾ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ESI സ്കീമിൽ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിനെ ESI സ്കീമിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം. മെനങ്ങാന്ന് ചേർന്ന ESI ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചതാണ്. LIC ഏജൻസിന്റെ പ്രശ്നം തന്നെയാണ് ഉയർത്തിക്കാണിച്ചുകൊണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടർ, അസംഘടിത മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്ക് കൂടി ESI സ്കീം ബാധകമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. ഇന്നത്തെ ചർച്ചയിൽ മന്ത്രി തന്നെ ഡെലിഗേഷന്റെ സാന്നിധ്യത്തിൽ തന്നെ അത് ആവർത്തിച്ച് പറയുകയുണ്ടായി. തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മധ്യവർഗ വിഭാഗത്തെയാണ് ഏറ്റവും കൂടുതൽ പരിരക്ഷിക്കേണ്ടത് എന്ന നിലയിലാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് തുടർന്നും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ESI ഡയറക്ടർ ബോർഡിലുള്ള അംഗം എന്ന നിലയിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. അസംഘടിത മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സാങ്കേതിക പ്രശ്നമാണെങ്കിൽ അതുപോലും അടയ്ക്കാൻ LIC ഏജൻസി തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിഷ്പ്രയാസം സാധ്യമാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല മധ്യവർഗമെന്ന ഒരു നിർവചനം LIC ഏജൻസിന് കൊടുത്തപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു, ശരാശരി ഒരു LIC ഏജന്റ് വരുമാനം ഇന്നലെ ധനകാര്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലും ഉയർന്നു. അവർ തന്നെ ചോദിച്ചു പ്രതിമാസം ശരാശരി. അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും LIC മാനേജ്മെന്റും നടത്തിയിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുള്ള കണക്കനുസരിച്ച് 10,000 രൂപ മുതൽ 12,000 രൂപ വരെയാണ് ഒരു LIC ഏജന്റിന്റെ പ്രതിമാസ വരുമാനം. അതുമൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ അത്തരത്തിലൊരു വിഭാഗം മാത്രവുമല്ല, ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് 7,000-ൽ ചുല്ലുവാനും കോടി രൂപയായിരുന്നു കഴിഞ്ഞ ധനവർഷത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കോൺട്രിബ്യൂഷനായി നൽകിയതെങ്കിൽ ഈ പ്രാവശ്യം അത് 12,000-ലധികം രൂപയാണ് ഏറ്റവും ഒടുവിലത്തെ ധനവർഷം LIC മാനേജ്മെന്റ് അല്ലെങ്കിൽ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കോൺട്രിബ്യൂഷനായി കേന്ദ്ര ഗവൺമെന്റ് നൽകിയത്. അപ്പൊ ഇത്രയും രൂപ, ഇത്രയും അധികരിച്ച വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ബാക്ക് ബോൺ അഥവാ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന 13 ലക്ഷത്തിലധികം വരുന്ന LIC ഏജൻസിന്റെ പ്രശ്നം, ആ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിൽ കേന്ദ്ര ഗവൺമെന്റും LIC മാനേജ്മെന്റും കാണിക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള അവഗണനാപരമായിട്ടുള്ള നിലപാട് രണ്ട് മന്ത്രിമാരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് എൻലൈറ്റൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ആ നിലയിൽ പരിശോധിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകിച്ചും 2 പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിമാരായിട്ടുള്ള ശ്രീ മൻസുഖ് മണ്ഡാവിയ ലേബർ മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ, ആ 2 പേരെയും കണ്ട് ഈ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് ഈ കാര്യങ്ങൾ ഔപചാരികമായും അനൗപചാരികമായും ഞാനുമായി ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര ധനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ലേബർ മന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്.
എന്താ നമുക്കൊക്കെ അറിയാം, ഈ കാര്യങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഗവൺമെന്റിന് വേണ്ടത്. ആ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ മന്ത്രിസഭ അല്ലെങ്കിൽ ഗവൺമെന്റ് കൂട്ടായി തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും നമ്മുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ നേരിട്ട് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ചർച്ചയിൽ ഉന്നയിക്കാനും അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളത് ഈ നിവേദക സംഘത്തിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയുടെ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചില മീറ്റിങ്ങുകൾ ഇന്ന് രാത്രി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ അവസാനം വരെ ഇരിക്കാനുള്ള എന്റെ അസൗകര്യം ഞാൻ എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചു. അവർക്കെല്ലാം നല്ലതുപോലെ അറിയാം. ഇന്ന് 4-5 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ഡൽഹിയിൽ ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട യോഗം ഉൾപ്പെടെ കേരളത്തിലെ UDF എംപിമാരുടെ പ്രത്യേക യോഗം ഉൾപ്പെടെയുള്ള നിരവധി യോഗങ്ങൾ ഇന്നലെ രാത്രിയിലുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഉടനീളം പങ്കെടുക്കാൻ കഴിയില്ല. നിവേദക സംഘത്തിന്റെ ഭാഗമായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖരായ മറ്റു 3 പേരും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും അത് പറയും. അതല്ലാതെ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെലിഫോണിൽ വിളിച്ചാൽ ഞാൻ വീണ്ടും സൂമിൽ വന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് മറുപടി പറയാൻ സന്നദ്ധമാണ്. ഏതായാലും ഈ സംരംഭത്തിൽ വളരെ സാഹസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചേർന്ന് ഈ 2 ദിവസവും ഇവരുടെ 2 പേരുടെയും അപ്പോയിന്റ്മെന്റിന് വേണ്ടി മുഴുവൻ സമയം കാത്തിരുന്ന് അവരെ കണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഈ ദൗത്യം, ഈ നിവേദക ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നമ്മുടെ LIC ഏജൻസ് ഫെഡറേഷന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള, ഈ പ്രായാധിക്യത്തിന്റെ ഘട്ടത്തിലും ഡൽഹി വരെ യാത്ര ചെയ്ത് വന്ന് വളരെ പ്രചോദിതമായ നിലയിൽ ഈ പ്രശ്നത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ അവർകൾ, അതുപോലെ തന്നെ ചടുലമായി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ രാജീവൻ, അതുപോലെ തന്നെ ശ്രീ P. രാജീവൻ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇതിന്റെ സംഘാടകത്വം, ഇതിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ഈ സംരംഭം സാധ്യമാക്കുന്നതിൽ പ്രധാന നേതൃപരമായ പങ്കുവഹിച്ച നമ്മുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ശ്രീ രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ 3 പേരുടെയും ക്ഷമയെയും സഹകരണത്തെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ഏജൻസ് കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യം ചെയ്ത് എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. സാർ, വളരെയധികം നന്ദിയുണ്ട്. ഈ തിരക്കിനിടയിൽ ഇന്നിപ്പോ തന്നെ സാറിന് ഓൾറെഡി ഇനിയും 3 മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനായിട്ടുണ്ട്. മീറ്റിങ്ങിന് പോകുന്ന ഇടയ്ക്കാണ് സാറേ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഓൾ ഇന്ത്യ LIC ഫെഡറേഷന്റെ പ്രസിഡന്റ് ആണെങ്കിൽ കൂടിയും ഈ ഇന്ത്യയിലെ 13 ലക്ഷം ഏജന്റന്മാർക്ക് വേണ്ടി സാറ് എടുത്ത ഈ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന് ഓൾ ഇന്ത്യ LIC ഫെഡറേഷൻ 1000 നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. താങ്ക് യു വെരി മച്ച്. അടുത്ത ഈ മീറ്റിംഗിൽ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ രക്ഷാധികാരി ശ്രീ രാധാശേഖരനാണ്. രാധാശേഖരന് ഈ മീറ്റിംഗിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റ് നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു. സത്യത്തിൽ ഞങ്ങളൊക്കെ ഇന്ന് വളരെ ആവേശത്തിലാണ്. കാരണം അവസാനമായി നമ്മുടെ ലേബർ മിനിസ്റ്ററെ കണ്ടപ്പോൾ അദ്ദേഹം നമ്മുടെ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയായി. എന്തെങ്കിലും സാധിക്കും, ഇതുപോലെ കാര്യങ്ങൾ പറയുന്ന ഒരു പാർലമെന്റേറിയനെ ആണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ രാമേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നമ്മളെ കാര്യങ്ങൾ സവിസ്തരമായി ഇത്രയും മനോഹരമായി അവതരിപ്പിക്കാൻ വേറെ കഴിയില്ല. അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ലേബർ മിനിസ്റ്റർക്കും വളരെ ഗൗരവമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി എന്ത് നേടുമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊരു പൊളിറ്റിക്കലാണ്, അവരെങ്ങനെ എടുക്കും നോക്കറിയില്ല. എന്തായാലും നാളെ നമ്മൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ ഈ ഫെഡറേഷന് കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ 2 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു അപ്പോയിന്റ്മെന്റ് കിട്ടില്ല, കാരണം ബുദ്ധിമുട്ടാണ്, അവിടെ ആരെയും കയറ്റത്തില്ല. ഇന്നലെ തന്നെ അവിടെ ധനകാര്യമന്ത്രിയെ കാണാൻ പോകുന്ന കാര്യം ഓർത്താൽ എത്രയോ കടമ്പകൾ. പക്ഷെ അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇടപെട്ട് തീർത്തു. ഏതായാലും നിങ്ങളെല്ലാം ഒരു കാര്യം എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളോട് നേതാക്കന്മാരോട് പറയാനുള്ളത്, ഇത് പരമാവധി ക്യാമ്പയിൻ ചെയ്യണം. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ബ്രാഞ്ചിലും ഗംഭീരമായി പ്രചരിപ്പിക്കണം. ഇപ്പം മനോരമ വന്നിട്ടുണ്ട്, മാതൃഭൂമി വന്നിട്ടുണ്ട്. ഇനിയിപ്പം രണ്ടാമത് നമ്മുടെ ഇന്ന് ലേബർ മിനിസ്റ്ററുമായിട്ട് കണ്ട നാളെ തന്നെ അത് ഫ്ലക്സ് അടിക്കാനുള്ള എല്ലാം ഇവിടുന്ന്
നാം എന്തിന് അയച്ചു തരും? അതെല്ലാം പരമാവധി ബ്രാഞ്ചുകൾ മുഴുവൻ നിറയണം. നമ്മളെ എല്ലാ ബ്രാഞ്ചുകളിലും പോസ്റ്ററുകൾ പതിപ്പിച്ച് ഒരു ഏജന്റ് പോലും അറിയാതിരിക്കരുത്. ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്കാണല്ലോ ഏറ്റവും നല്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയ എല്ലാം നമ്മുടെ ഈ കണ്ട ഫോട്ടോ സഹിതം, നമ്മൾ അയച്ച ഫോട്ടോകൾ സഹിതം അയച്ചു കൊടുക്കുകയും ഏജന്റന്മാർ അറിയാത്ത ഒരാൾ പോലും ഉണ്ടാകരുത്. കാരണം നമുക്ക് തമിഴ്നാട് ബന്ധമുണ്ട്, അവിടെ അയക്കണം, എവിടൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അയച്ചു കൊടുത്ത് ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ നടത്തിയിരിക്കുന്ന ഈ ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ നമ്മുടെ ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഇന്നലെയും ഇന്നും. അതുകൊണ്ട് അഭിമാനിക്കാം, മുഴുവൻ ഏജന്റുമാർക്ക് അഭിമാനിക്കാം. എന്ത് ചെയ്തു എന്ന് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു. ഇനി ഫലം നമ്മൾ കാത്തിരിക്കുക, നമ്മൾ സജീവമാകുക. 14-ാം തീയതി നമ്മുടെ ജന്മദിനത്തിന് പരമാവധി ഏജന്റുമാരെ വരുത്തി അവരോട് ഇതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ പറയണം. അന്ന് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഫോട്ടോസ് എല്ലാം പ്രദർശിപ്പിക്കണം. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഫെഡറേഷൻ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തി മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് LIC ഏജന്റ് ഫെഡറേഷൻ ഇപ്പോൾ ഈ ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നതെന്ന അഭിമാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 3 പേരും, അദ്ദേഹമാണ് എന്ത് തിരക്കിനിടയിലും അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ കൂടെ വന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഫെഡറേഷന്റെ പേരിൽ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഇതിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഏജന്റ് സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. താങ്ക് യു രാധാകൃഷ്ണേട്ടാ. ഇപ്പൊ പ്രേമേന്ദ്രൻ സാർ പറഞ്ഞ കണക്ക് വളരെ പ്രായാധിക്യത്തിനും അതുപോലെ തന്നെ ഒരുപാട് വൈകാരികയിലും പോലും നമ്മളോടൊപ്പം ഈ 3-4 ദിവസമായിട്ട് രാധാകൃഷ്ണേട്ടൻ നമ്മളോടൊപ്പം നിൽക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹത്തിനും ഒരു ഔപചാരികതയുടെ പേരിൽ ഞാനൊരു നന്ദി അദ്ദേഹത്തിന് ഈ അവസരത്തിൽ പറയുകയാണ്. അടുത്തതായി നമ്മുടെ ഈ മീറ്റിങ്ങിന് അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ സംഘടനയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് ശ്രീ PN രാജീവൻ. അദ്ദേഹത്തെ ജനാദരവോടെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സാറിനോട് രക്ഷാധികാരി ശ്രീ രാധാകൃഷ്ണൻ, സെക്രട്ടറി ശ്രീ K. രാമേന്ദ്രൻ അവർ, മറ്റ് നമ്മുടെ സെക്രട്ടറി അംഗങ്ങളെ, മറ്റ് ജില്ലാ ബ്രാഞ്ച് ഭാരവാഹികളെ തുടങ്ങിയവരെ സുഹൃത്തുക്കൾ. പ്രസിഡന്റ് നമ്മുടെ ഈ 2 ദിവസത്തെ കാര്യങ്ങളെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. രാധാകൃഷ്ണനും അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. രാമേന്ദ്രൻ സെക്രട്ടറി ആദ്യം തന്നെ നേരത്തെ ഒരു ബ്രീഫായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും നമുക്ക് ഇത്രയും വലിയൊരു സംഭവം ഇന്നേ വരെ ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്രസിഡന്റിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ആ ഒരു കാര്യങ്ങൾ അവരുടെ തീരുമാനം അനുസരിച്ചുള്ള ആൾക്കാരെ മന്ത്രിമാരെ കാണാനുള്ള അവസരം തരാത്ത സാഹചര്യത്തിൽ നമ്മുടെ പ്രേമേന്ദ്ര സാറിന്റെ പ്രത്യേക താല്പര്യം, സാറിന് അവരുടെ സ്വാധീനം അതെല്ലാം ഉപയോഗിച്ചാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 പേരെയും കാണാൻ മുമ്പാട് നിർത്തിക്കാനും ഉള്ള അവസരം കിട്ടിയത്. അവസരം കിട്ടിയെന്ന് മാത്രമല്ല, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അടുത്തൊക്കെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ പ്രസിഡന്റ് ഉള്ള പ്രാധാന്യം. രാജേട്ടാ ക്ലിയർ അല്ല രാജേട്ടാ, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ രാജേട്ടാ? സൗണ്ട് തരണം. മൈക്ക് ഇതൊന്ന് ഓൺ ചെയ്യണം, വീഡിയോ ഒന്ന് ഓൺ ചെയ്യണം രാജേട്ടാ. അത് കഴിഞ്ഞാൽ ഓക്കെ, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എന്നാ മൈക്കിന്റെ അടുത്തേക്ക് ഒന്ന് പിടിച്ചിട്ട് പറയണേ. ക്ലിയർ ആവുന്നില്ല, ഒന്ന് സൗണ്ട് കൂട്ടണം. മുരളി ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ എന്റെ മൊബൈൽ കൊടുക്കാം, അതിൽ സംസാരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, കാണാവോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ ഓക്കെ. അപ്പൊ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സംഘടനയ്ക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം പ്രസിഡന്റിനെ സംബന്ധിച്ച് പ്രസിഡന്റ് അവിടെയുള്ള ബന്ധങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് ഇന്നും അങ്ങനെ ഒരു മെമ്മോറാണ്ടം കൊടുക്കാനോ ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് അവസരം കിട്ടൂല എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് തന്നെ നമ്മൾ ലേബർ മിനിസ്റ്ററെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ലേബർ മിനിസ്റ്റർ പറഞ്ഞ പാർലമെന്റിൽ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ച് സംസാരിക്കുന്ന ആള്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രസിഡന്റിനെ കിട്ടിയ നിങ്ങളൊരു വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾ കാണണം. ഞങ്ങളിത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നതാണ്. വളരെ സീനിയർ ആയിട്ടുള്ള മെമ്പറാണ്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഈ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇനി ഉണ്ടാവും. നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഒരു വാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തായാലും നമ്മളിത് വളരെ
ഗൗരവമായിട്ട് തന്നെ എടുത്തുകൊണ്ട് നമ്മൾ എല്ലാ ബ്രാഞ്ചുകളിലും ഇതിന് വേണ്ടുന്ന ഒരു പരസ്യം, അതായത് ഇവർ രണ്ടുപേരെ ഫോട്ടോ ഉൾപ്പെടെ 2 പേരുമായിട്ടുള്ള ചർച്ചയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങളെല്ലാം നമ്മുടെ സെക്രട്ടറിയാനിലെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും അയച്ചു തരുന്നതാണ്, ഡിവിഷൻ തലത്തിൽ അയച്ചു തരുന്നതാണ്. അത് എല്ലാ ബ്രാഞ്ചുകളിലും പോസ്റ്ററായിട്ട് കട്ടൗട്ടറായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ആ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ മറ്റൊരാൾ ഇതിന്റെ ആദായം, അതിന്റെ ലാഭം കൊണ്ടുപോകാനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കരുത്. വേറെ ഒരു സംഘടനയ്ക്ക് ഇതുപോലെ എത്തിച്ചേരാൻ സാധിക്കത്തില്ല. ഇതേപോലൊരു മെമ്മോറാണ്ടം കൊടുക്കാൻ അവരെ കൊണ്ട് ആർക്കും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങോട്ട് നമ്മൾ നാളെ മുതൽ ഈ 14-ാം തീയതി നമ്മുടെ ജന്മദിനത്തിന്റെ അന്ന് നമ്മളിത് വളരെ നല്ല പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ അവിടെ കെട്ടി നല്ല കട്ടൗട്ടറുകളൊക്കെ വെച്ച് ഈ കാര്യങ്ങൾ വരുന്ന മാക്സിമം ഏജന്റുമാരെ പങ്കെടുപ്പിച്ചേണ്ടത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇത് നമ്മൾ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായത് നമ്മൾ ആ നേട്ടങ്ങൾ മുതലെടുക്കാനുള്ള ഒരു പരിശ്രമം കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയും ചെയ്ത നമ്മുടെ പ്രസിഡന്റിനോട് 1000 നന്ദികൾ അർപ്പിച്ച പോലും ആകത്തില്ല. അതേപോലെയുള്ള സഹായമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ 3 പേരും ഇവിടെ വന്ന് 4-ാം തീയതി വന്നെങ്കിൽ 4-ാം തീയതി വന്നിട്ട് ഇപ്പം നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് തിരികെ പോരുന്നതാണ്. ഈ 2 ദിവസം കൊണ്ട് 2 മാസം അല്ല 2 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് 2 ദിവസം കൊണ്ട് ചെയ്തു തരാൻ നമ്മുടെ പ്രസിഡന്റ് എടുത്ത ഇനിഷ്യേറ്റീവ്, നമ്മൾ അതിന് വേണ്ടുന്ന നമ്മുടെ എല്ലാ ഏജന്റുമാരുടെയും ഉള്ള ഒരു സ്നേഹവും നന്ദിയും നമ്മുടെ പ്രസിഡന്റിനെ അറിയിക്കണം. എല്ലാവരും അത് പ്രത്യേകം അറിയിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവിധ സ്നേഹങ്ങളും സന്തോഷങ്ങളും പ്രസിഡന്റിനെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു പിന്തുണ അറിയിക്കേണ്ടതാണ്. മാത്രമല്ല നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇനിയുള്ള ഡിവിഷൻ സമ്മേളനമൊക്കെ വരുന്ന അതിനപ്പുറം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് എല്ലാവരെയും അറിയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സെക്രട്ടറി ആയാലും കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പറയും എന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ഓണാശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വർക്കിംഗ് പ്രസിഡന്റ്. ഇതിന്റെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും പ്രേമേന്ദ്ര സാറ് പറയുകയുണ്ടായി. വളരെ പോസിറ്റീവായിരുന്നു ചർച്ചയുടെ കാര്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഫൈനാൻസ് മിനിസ്റ്ററുമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം നിങ്ങൾ സൂചിപ്പിച്ചു. അതിൽ വളരെ അടിവരയിട്ട് തന്നെ മാഡം തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് അഷുറൻസിന്റെ കാര്യം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് തെറ്റായ രീതിയിലുള്ള പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്നുള്ളത് മാഡത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാഡം തന്നെ പറഞ്ഞു അതിൽ അവരിപ്പോൾ ഒരു ലോൺ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു 5 lakhന്റെ ലോൺ എടുക്കാൻ വന്നാൽ അവരെ പോളിസിക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നതിന് മാഡം ആ വാക്കാണ് മാഡം ഉപയോഗിച്ചത്. അപ്പോൾ അത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ റിബേറ്റ് കൊടുത്തുകൊണ്ട് LICയുടെ ഓൺലൈൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില സംവിധാനങ്ങളുണ്ട്. നമുക്ക് 2% കമ്മീഷൻ തരുമ്പം അവർക്ക് ആ ചാനലിൽ കൂടി കോർപ്പറേറ്റ് ചാനലിൽ 6%, 7% വരെ കമ്മീഷൻ കൊടുക്കുന്നത് അത് മാഡത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് റിബേറ്റിനെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തരം കമ്മീഷൻ, അത് ഏജൻസിന്റെ ലൈവ്ലിഹുഡിനെ അത് ബാധിക്കും എന്നുള്ളതും ഒക്കെ നമ്മൾ മാഡത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിന്റെ നക്സൽ രൂപേണ നമ്മൾ ഒരു പെൻഷന്റെ കാര്യം, പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ 3 തരം ഫണ്ട്, നമ്മുടെ ഫണ്ട് തന്നെ LICയിലുണ്ട്. ഒന്ന്, നമുക്ക് 5 വർഷത്തിന് താഴെ തിരികെ കൊടുക്കാത്ത ഏജൻസിന്റെ കമ്മീഷൻ ഉണ്ട്. 5 വർഷത്തിന് താഴെയുള്ള ഏജൻസിന്റെ കമ്മീഷൻ കൊടുക്കുന്നില്ല. അടുത്ത ഫണ്ട് എന്ന് പറയുന്നത് 10 വർഷം കഴിഞ്ഞിട്ടും അൺഐഡന്റിഫൈഡ് ക്ലെയിം എമൗണ്ട്, ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് LICയിലുണ്ട്. ആ എമൗണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ സീനിയർ സിറ്റിസൺ ഫണ്ടിലേക്ക് മെർജ് ചെയ്യണം. അതും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെയുള്ള 3 വർഷത്തിന് താഴെ അടച്ചിട്ടുള്ള പോളിസികളുടെ തിരിച്ചു കൊടുക്കാത്ത എമൗണ്ടും LICയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ 3 ഫണ്ടുമാണ് നമുക്കൊരു പെൻഷനും വെൽഫെയർ ഫണ്ടിനും വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നുള്ളത് നമ്മൾ മാഡത്തിനോട് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അതിൽ നമ്മൾ ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ലേബർ മിനിസ്റ്ററെ കണ്ട് ലേബർ മിനിസ്റ്റർ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഏജൻസിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരുവിധം അറിയാവുന്ന ഒരാളാണ്. പക്ഷേ പുള്ളി ആവറേജ് കമ്മീഷൻ, അത് ഇന്നലെ മാഡം ചോദിച്ചായിരുന്നു നിങ്ങളുടെ ആവറേജ് എത്രയാണ് നിങ്ങളുടെ കമ്മീഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആവറേജ് ഇന്നലെ നമ്മൾ മാഡത്തിനോട് പറഞ്ഞത് 10,000-ൽ താഴെ മാത്രമേ ആവറേജ് കമ്മീഷനുള്ളൂ. ഈ 13 ലക്ഷം ഏജന്റിന്റെ ആവറേജ് കമ്മീഷൻ എടുത്താൽ 13 ലക്ഷം ഇതിന്റെ ആവറേജ് ഏജൻസി കമ്മീഷൻ ബിലോ 10,000 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ
ലേബർ മിനിസ്റ്ററോട് അത് പറഞ്ഞു. ഇതിലൊരു സർട്ടൺ പെർസെൻറ്റേജ്, ഒരു 5% 10% പേർക്ക് 12,000 മേളിലുണ്ട്. ബാക്കിയുള്ളതെല്ലാം ബിലോ 10,000 ആണ് എന്നുള്ളത് നമ്മൾ മാഡത്തിനോട് ഇന്നത്തെ ലേബർ മിനിസ്റ്ററോട് നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അതുപോലെ തന്നെ ESIയുടെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അദ്ദേഹം അതിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് തന്നെയാണ് തരേണ്ടതെന്നും കൂടി അദ്ദേഹം അത് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറിക്കും കൂടി അത് ഉൾപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളത് തന്നെ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അതിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് അത് പറയുമെങ്കിൽ നയപരമായ തീരുമാനങ്ങൾ മിനിസ്ട്രി തലത്തിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ വെൽഫെയർ ഫണ്ടിന്റെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞു ഇന്ന ഫണ്ടുകൾ കിടപ്പുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് ഡിസ്കഷനും വളരെ പോസിറ്റീവായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ് ആയി എന്നുള്ളത്. ബാക്കിയൊക്കെ ഇനി രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നയപരമായ തീരുമാനങ്ങൾ അവർ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പത്രങ്ങളിൽ, മാതൃഭൂമിയിലും മനോരമയിലും തന്നെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ വാർത്ത നമ്മൾ സ്റ്റേറ്റ് എഡിഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫെഡറേഷന്റെ എല്ലാ നോട്ടീസ് ബോർഡിലും, കാര്യം ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മളെ ഭാരവാഹികൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ക്രെഡിറ്റ് മറ്റു പല സംഘടനകളും കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. നമ്മൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ അണികളിലേക്ക് ഇത് എത്തിക്കണം, സംഘടന എന്ത് ചെയ്തു എന്നുള്ളത്. റിസൾട്ട് ചിലപ്പോൾ വരാനായിട്ട് ചിലപ്പോൾ ഇന്നോ നാളെ വരണമെന്നില്ല. റിസൾട്ട് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ചിലപ്പോൾ 6 മാസമോ കഴിഞ്ഞായിരിക്കും റിസൾട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അണികളെ അറിയിക്കണം. ഒരു സംഘടനയ്ക്ക് ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റ് ഇത്രയും സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഓൾ ഇന്ത്യ LIC ഫെഡറേഷനാണ്. എന്തായാലും അത് നമ്മൾ ചെയ്തു. അതുപോലെ ഇനിയിപ്പോൾ ഫെഡറേഷൻ ഡേ നമുക്ക് വരണം August 14. പരമാവധി ആൾക്കാരെ നമ്മളെ ബ്രാഞ്ചിൽ മുഴുവൻ നമ്മളെ ഫെഡറേഷന്റെ അംഗങ്ങളെയും ബ്രാഞ്ചിൽ അണിനിരത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കണം. ബാക്കി കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ സംഘടന ഇപ്പൊ നടത്തിയ ഡിസ്കഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംഘടന ചെയ്തേക്കുന്നത്. അതിലുന്നയിച്ച പോയിന്റുകളും നമ്മൾ മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും എല്ലാം അവരെ നമ്മൾ അറിയിക്കണം. അതോടൊപ്പം തന്നെ ട്രസ്റ്റിന്റെ മീറ്റിംഗ്, നമുക്ക് വളരെ അനുകൂലമായിരുന്ന ട്രസ്റ്റിന്റെ മീറ്റിംഗ് വരുന്നുണ്ട് 18-ാം തീയതി. അപ്പോൾ ആ ട്രസ്റ്റിന്റെ മീറ്റിംഗിലും നമുക്കിത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ അതിലും നമ്മുടെ ദേശീയ പ്രസിഡന്റും കൂടി പങ്കെടുക്കാം എന്നുള്ളത് അദ്ദേഹത്തിനോട് ഇന്നിപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുണ്ടായി. അപ്പോൾ അത് പങ്കെടുക്കാം എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ 1ന്റെ ഈ വർഷത്തെ സമ്മേളനവും തൃശ്ശൂർ ഡിവിഷന്റെ ഈ വർഷത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പ്രേമേന്ദ്ര സാറാണ്. അതും നമ്മൾ ഇന്ന് ഫൈനൽ അതിന്റെ ഇത് ചെയ്തിട്ടുണ്ട്. October 1-ാം തീയതി അദ്ദേഹം ഒറ്റപ്പാലത്ത് അത് ഉദ്ഘാടനം ചെയ്യും. അപ്പൊ അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ട് നമ്മുടെ പ്രസിഡന്റ് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. നമ്മുടെ ഏജന്റന്മാരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വളരെ ഇതിലിപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട്. കാര്യം ഇതിൽ കയറിയിരിക്കുന്നത് 400-ന് താഴെ ആൾക്കാർ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പോലും നമ്മുടെ ആൾക്കാർക്ക് ഒരു 10 മിനിറ്റ് ഞാൻ കയറിയവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഞാൻ കയറാത്തവരെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അതാണ്. ഒരു ഡിവിഷനിലൊക്കെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം SDM നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തേന് 400-500 ആൾക്കാരാണ് അത് ട്രെയിനിങ്ങിന് കയറുന്നത്. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ദിവസം ഈ 4 ദിവസം ഡൽഹിയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് പോലും അത് കേൾക്കാനായിട്ട് ദേശീയ പ്രസിഡന്റ് അത് പറയാൻ തയ്യാറായപ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് പോലും നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. എന്നാലും ഇതിൽ കയറിയ ആൾക്കാരെ പക്ഷേ ഈ പ്രതികൂലമായ മഴയുടെ സാഹചര്യത്തിൽ നെറ്റ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ആകാം, ആൾ കുറഞ്ഞെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാലും കയറിയിട്ടുള്ള ആൾക്കാരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇതിൽ മറ്റ് സെൻട്രൽ ഭാരവാഹികളെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വർക്കിംഗ് പ്രസിഡന്റാണ് അധ്യക്ഷന് വഹിക്കേണ്ടത്. അപ്പൊ അതിന് അദ്ദേഹത്തിന് വേണ്ടി ഞാനത് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അബ്ദുൾ സമദ് ഉണ്ടെങ്കിൽ 2 വാക്ക് അബ്ദുൾ സമദ് പറയാം. സമ്മക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യും. റിയൽമി 60 റിയൽമി സമ്മക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. ഓക്കെ കേൾക്കണ്ട പറയൂ. ജില്ലാ ബ്രാഞ്ച് ഭാരവാഹികളെ, കാര്യങ്ങളെല്ലാം വിശദമായി നിങ്ങൾ കേട്ടു. എനിക്ക് വളരെ അടുത്ത ദിവസങ്ങളിൽ ഈ 14-ാം തീയതി നമ്മുടെ ബർത്ത്ഡേക്ക് 2 മണിക്കൂർ നേരം, വെള്ളിയാഴ്ച 2 മണിക്കൂർ നേരം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി എല്ലാ ഏജന്റുമാരെയും കൂട്ടിയിരുത്തി നമ്മുടെ ബ്രാഞ്ച് പരിസരത്ത് ഈ കാര്യങ്ങളെല്ലാം നേതാക്കന്മാർ വിശദീകരിച്ചു കൊടുക്കണം. അതേപോലെ ഇത്രയും കാലം നമ്മുടെ ഈ സംഘടന 40 വർഷമായി, 40 വർഷം പിന്നീടാണ്, 41-ാം ജന്മദിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ ഇത്രയും കാലം എന്തായിരുന്നു ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ വളരെയധികം പ്രയാസം കിട്ടാൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏതായാലും
അതെല്ലാം ഭംഗിയായി ഇപ്പൊ ഡൽഹിയിൽ സമാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് കാത്തിരിക്കാൻ. തുടർന്നും ഇതിന്റെ പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ബ്രാഞ്ച് ഇതിൽ കയറിയ, നേരത്തെ സെക്രട്ടറി ജനറൽ പറഞ്ഞതുപോലെ ഇതിൽ കയറിയ ആളുകളും കയറാത്ത ആളുകൾ, കയറിയ ആളുകൾ അതാത് ബ്രാഞ്ചുകൾ കണ്ടിട്ട് ഇന്നത്തെ കാര്യങ്ങൾ വിശദീകരിച്ച് 14-ാം തീയതി വിശദീകരിച്ച് സംഘടനയ്ക്ക് വേണ്ട പൂർണ്ണ സപ്പോർട്ടുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഫെഡറേഷൻ. താങ്ക് യു സമതെ. വൈസ് പ്രസിഡന്റ് ശശിധരൻപിള്ള ഉണ്ടോ? ശശിധരൻപിള്ള ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി ശശിയേട്ടാ. ശശിയേട്ടാ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? കാണുന്നില്ല. ക്യാമറ ഓൺ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം. രാമചന്ദ്രേട്ടാ കാണുന്നില്ല. രാമദാസ് ഉണ്ടോ? രാമദാസ് പേര് കാണുന്നില്ല. ഇനി ഹാൻഡ് റൈസ് ചെയ്താൽ കണ്ടുപിടിക്കായിരുന്നു. ഒരു ക്യാമറ ഓൺ ചെയ്താൽ മതി. ഇല്ല, ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ കൃഷ്ണൻകുട്ടിയേട്ടനെ വിളിക്കൂ. കൃഷ്ണൻകുട്ടിയേട്ടൻ ഉണ്ടോ? കൃഷ്ണൻകുട്ടിയേട്ടൻ റെഡിയാണ്. ഞാനുണ്ട്. കേൾക്കാവില്ലോ അല്ലേ? കേൾക്കാം. എത്രയും പ്രിയപ്പെട്ട നമ്മുടെ യോഗാധ്യക്ഷൻ രാജീവേട്ടൻ, സംഘടനയുടെ ശക്തിയും വീറുമായ നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ സംഘടനയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനൊരു പെട്രോൾ എങ്ങനെയാണ് ഉപയോഗപ്രദമാകുന്നത് എന്ന രീതിയിൽ ഈ സംഘടന ശക്തമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി ജനറൽ, സർവോപരി നമ്മളെ ഡൽഹിയിലേക്ക് എത്തിച്ച് ഈ 2 മന്ത്രിമാരുടെ മുമ്പിലും എത്തിക്കാൻ കഴിവുള്ള ഏക എംപിയും പ്രധാനപ്പെട്ട നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ ശ്രീ പ്രേമേന്ദ്ര സർ തുടങ്ങി ഈ സംഘടനയുടെ സെൻട്രൽ, അതേപോലെ ഡിവിഷൻ, ജില്ല, ബ്രാഞ്ച് പ്രിയപ്പെട്ട ഭാരവാഹികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള 13 ലക്ഷത്തോളം വരുന്ന LIC ഏജന്റുമാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കൊച്ചു കേരളത്തിന്റെ ഒരു മൂലയിൽ നിന്ന് തിരുവനന്തപുരം, കൊല്ലത്തു നിന്നൊക്കെ പോയി ഈ മഴയിൽ പ്രതികൂല സാഹചര്യത്തിൽ ഡൽഹിയിൽ പോയി ഇത്രയും വലിയൊരു പ്രവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അഭിമാനം കൊണ്ട് പുളകിതരാകുക എന്ന് പറയും. ആ രീതിയിലാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ പോലും ശ്രീ പ്രേമേന്ദ്ര സാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ പഠിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പഠിച്ചത്. പ്രത്യേകിച്ചും നിങ്ങളെല്ലാം പറഞ്ഞു, ലേബർ മിനിസ്റ്റർ ഡോക്ടർ ഭണ്ഡാരി, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, അദ്ദേഹം ഈ വളരെയേറെ ശ്ലാഘിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അഭിമാനമായി. തീർച്ചയായിട്ടും അത്രയും നല്ല ബന്ധമുള്ള നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം എങ്കിലും നേടിയെടുക്കാൻ കഴിയും തൊഴിൽ വകുപ്പ് മന്ത്രിയിൽ നിന്ന് എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതുപോലെ തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ബാങ്കുകളുടെ പണി ഇൻഷുറൻസ് വിൽപ്പന അല്ല വേണ്ടത്, അവര് മറ്റുള്ളവരെ ഇൻസിസ്റ്റ് ചെയ്ത് പോളിസി എടുപ്പിക്കുകയാണ് എന്നുള്ള ശ്രദ്ധ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ വരുത്താനും അവരുടെ ഒരു അഭിപ്രായം ഇങ്ങോട്ട് വരാനും കഴിഞ്ഞെങ്കിൽ തന്നെ ഇതിൽ കൂടി ഒരു നേട്ടം ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷന് ചെയ്യാനില്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം. ഒപ്പം തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുന്ന പോളിസികൾക്ക് കൊടുക്കുന്ന അമിത ഉപഹാരങ്ങൾ, അതായത് പെർസെൻറ്റേജ് കണക്കിന് അല്ലെങ്കിൽ പോലും പലതരത്തില് ഇൻസെന്റീവായിട്ട് 6-8% കൊടുത്തുകൊണ്ട് പാവപ്പെട്ട നമ്മൾ 13 ലക്ഷം ഏജന്റുമാർക്ക് 2% പിച്ചച്ചട്ടി തന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് 2, 4, 6 കൊടുത്ത് അതിന്റെ പുറകെ മാനേജർമാരെയും ഇട്ട് ഇൻസിസ്റ്റ് ചെയ്ത് കൊടുത്ത ബിസിനസ്സിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിച്ചും കൂളിംഗ് ഓഫ് പീരീഡിൽ അത് തിരികെ എടുപ്പിച്ചിട്ടും ഒക്കെ ചെയ്യുന്ന പ്രവണത ഗ്രാമാന്തരങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് LIC ഏജന്റുമാരുടെ രക്ഷകനായി ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷനും അതിന്റെ നേതൃത്വം ഇത്രമാത്രം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ മീറ്റിംഗിൽ ഇന്ന് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് 500 പേരാണെങ്കിൽ 420 പേര് വരെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ അന്തരീക്ഷം ഡൽഹിയിൽ ഇരിക്കുമ്പോൾ അറിയാം, വളരെ വെള്ളപ്പൊക്കത്തിലും പല സാഹചര്യങ്ങളും കൊണ്ടായിരിക്കാം നമ്മുടെ ആൾക്കാർക്കൊന്നും നമ്മളോട് സ്നേഹക്കുറവോ നമ്മുടെ സംഘടനയോട് സ്നേഹക്കുറവോ ഈ കാര്യങ്ങളൊന്നും ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. നേതാക്കന്മാർ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രാഞ്ചുകളിൽ, ഉദാഹരണത്തിന് എൻ്റെ ബ്രാഞ്ചിൽ 100 പേരെ കയറാൻ നിർബന്ധിച്ച് പറഞ്ഞത് 100 പേര് കയറിയനെ. 100 പേരോട് കയറാൻ എൻ്റെ ബ്രാഞ്ചിന്റെ ഫെഡറേഷന്റെ ഗ്രൂപ്പിൽ ആകെ ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ കയറിയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ഇത് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് സെക്രട്ടറി ജനറൽ വിഷമം ഒന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. മുന്നോട്ട് പോവുക. ഇനി ഫോളോ അപ്പ് പ്രവർത്തനത്തിനും കൂടെ നിങ്ങൾ 3 പേരുടെയും ശ്രദ്ധ ഇപ്പൊ ചെയ്ത പണിയുടെ ബാക്കി ഫോളോ അപ്പ് കുറിച്ചു വെക്കണം. എന്നിട്ട് അതിൽ ഈ ബാങ്കുകാരെ കൊണ്ടുള്ള വിൽപ്പന നിർത്തിയിരിക്കണം. ഈ LIC മാനവനെ വിളിച്ചിട്ട് പറയണം, ഈ 2, 4, 6, 8 ഒറ്റ വിളിച്ചാൽ മതി ധനകാര്യമന്ത്രി, ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ കളിയാണിത്. അതെല്ലാം നിർത്തിക്കണം. അതുപോലെ തന്നെ
നമ്മുടെ ESIയുടെ കാര്യവും എംപ്ലോയി ആയിട്ട് പരിഗണിക്കാമെന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അത് വന്നാൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ, നിയമപരമായിട്ടും പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ശ്രീ പ്രേമേന്ദ്ര സാർ പറഞ്ഞ പ്രധാന ഒരു കാര്യം എംപ്ലോയി റിലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും LIC ആണ് ഇതെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് LIC ഈസ് ലയബിൾ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തൊഴിൽ വകുപ്പ് മന്ത്രിയോട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ വളരെ ആശാവഹമായ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ഈ 4 ദിവസം നടത്തിയത്. അതിന് ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷന്റെ തൃശൂർ ഡിവിഷന്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും നൽകുന്നു. ജയ് ഫെഡറേഷൻ. താങ്ക് യു. ശ്രീ അനിൽ, താങ്ക് യു കൃഷ്ണൻകുട്ടി ചേട്ടാ. ഓക്കെ. അനിൽ എറണാകുളം. അനിൽ ഉണ്ടോ മുരളി? അനിൽ, ഹലോ മുരളി. ഹലോ മുരളി. ചേട്ടാ ഒന്നും കേൾക്കുന്നില്ല. കേൾക്കണില്ലേ? ഇല്ല മുരളി. അനിൽ കയറിയോ? അനിലുണ്ടോ? ഇല്ല. മുരളി അല്ല, അൺമ്യൂട്ട് ചെയ്തോ. അൺമ്യൂട്ട് ചെയ്തോ. കേൾക്കണ്ട്. അല്ലല്ലോ. ഉണ്ട്. പ്രിയപ്പെട്ട സെൻട്രൽ ഡിവിഷണൽ ജില്ലാ ബ്രാഞ്ച് ഭാരവാഹികളെ, ഏതായാലും നമ്മുടെ വളരെ നാളത്തെ ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ കാണണം, ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയെ കാണണം. എല്ലാം എന്തായാലും ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. നമ്മുടെ സംഘടനയുടെ ഏജന്റുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വികാരപരമായ കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രതീക്ഷകൾ ആയിട്ടിരിക്കാം. നമുക്ക് ഇനി ഇതിന്റെ ഫോളോ അപ്പുകൾ നമ്മൾ ഇനി ഇത് കൊടുത്തത് മാത്രമല്ല, ഇനി ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സാറിനെ നിരന്തരമായി നമുക്ക് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് തന്നെ ആയിക്കഴിഞ്ഞാലും അദ്ദേഹം ചെയ്ത ഈ കാര്യങ്ങൾക്ക് ഇനി കൂടുതൽ ബലം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ശക്തമായ ഫോളോ അപ്പ് കാര്യങ്ങൾ നടന്നു വരണം. ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രേമേന്ദ്രൻ സാർ അത് ചെയ്യും. തീർച്ചയായിട്ടും അദ്ദേഹം എടുത്ത ഇനിഷ്യേറ്റീവ്, നമ്മുടെ സെൻട്രൽ ഭാരവാഹികൾ എല്ലാവരും, നമ്മുടെ കൂട്ടാളികൾ എല്ലാവരും എടുത്ത ഈ കാര്യങ്ങളെല്ലാം വളരെ അഭിനന്ദാർഹമാണ്. എല്ലാവർക്കും എല്ലാവരും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ, ഈ ഏജന്റ്സ് ഫെഡറേഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ഏജന്റിന്റെയും അടുത്ത് എത്തണം. നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ നോക്കിയിട്ട് ഏകദേശം 400ഓളം അംഗങ്ങൾ നമ്മൾ ഈ മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും നമ്മൾ വേണ്ട മെറ്റീരിയൽസ് ഞങ്ങൾ സെൻട്രൽ ഭാരവാഹികൾ തരുമ്പോൾ അത് ഓരോ ഏജന്റിലും എത്തണം. കാരണം ഇത് നല്ലൊരു അവസരമാണ്. ഈ ഏജന്റ്സ് ഫെഡറേഷൻ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നുള്ളൂ. ഇത് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ബഹുമാനപ്പെട്ട ഭാരവാഹികൾ പറഞ്ഞ മാതിരി ഫ്ലെക്സുകൾ ഉയരണം. ബ്രാഞ്ചുകളിൽ വലിയ 6-4 ഫ്ലെക്സുകൾ 1-2 വയ്ക്കുക. അതേമാതിരി ഡിവിഷൻ ഓഫീസുകളിൽ വയ്ക്കുക. നല്ല ക്യാമ്പയിൻ. ഇപ്പോൾ നമ്മുടെ 14-ാം തീയതിയോടനുബന്ധിച്ചും ഈ ചിങ്ങനിലാവ്, ഓണാഘോഷങ്ങൾ, കുടുംബമേള, ഡിവിഷണൽ സമ്മേളനങ്ങൾ, അഖിലേന്ത്യാ സമ്മേളനം എല്ലാം നടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് ഏജന്റ്സ് ഫെഡറേഷൻ മാത്രമാണ് ഏജന്റുമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. ഏജന്റ്സ് ഫെഡറേഷനാണ് ഏജന്റുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഏജന്റ് സുഹൃത്തുക്കളെയും, മറ്റുള്ള യൂണിയനിലുള്ള എല്ലാ ഏജന്റ് സുഹൃത്തുക്കളെയും നമ്മുടെ ഒപ്പം കൂട്ടുവാനായിട്ട് ഓരോ ബ്രാഞ്ച് ഭാരവാഹികളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകളും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഫെഡറേഷൻ. താങ്ക് യു അനിൽ. ഹലോ സുധീർ കയറിയിട്ടുണ്ടോ? സുധീർ സാറെ ഒന്ന് മൈക്ക് ഒന്ന് ക്യാമറ ഓൺ ചെയ്യോ, എന്നാ കാണാൻ പറ്റും. സുധീർ സാർ ഹാൻഡ് റൈസ് ചെയ്യുക, ക്യാമറ ഓൺ ചെയ്യുക. ഇല്ല സാർ, കാണുന്നില്ല. അപ്പം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്യുക, അപ്പോൾ നമുക്ക് വിളിക്കാം. അടുത്ത മുരളിയെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മുരളിയെ വിളിക്കാം. ദേശീയ ഓർഗനൈസേഷൻ മുരളി. ശരി, ഓക്കെ. ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ്, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ്, ദേശീയ സെക്രട്ടറി ജനറൽ,
അതുപോലെ ദേശീയ രക്ഷാധികാരി, മറ്റ് സെൻട്രൽ ഭാരവാഹികളെ, ഡിവിഷന്റെ ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, ബ്രാഞ്ചിന്റെ ഭാരവാഹികളെ. നമ്മൾ വളരെ പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഇങ്ങനൊരു മീറ്റിംഗ് പെട്ടെന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാന്നുള്ളത്. നമ്മുടെ ദേശീയ പ്രസിഡന്റ് തന്നെ നമ്മുടെ ഏജന്റുമാരുടെ വീടുകളിൽ വന്ന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ഇന്ന് വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത്. എന്നിരുന്നാലും അത് ഒരുപാട് ഭാരവാഹികൾ ഇതിലിപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം ഭാരവാഹികൾ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവരി LIC ഏജന്റുമാരുടെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്തിക്കുക. അതിനപ്പുറം നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മറ്റൊരു തരത്തിൽ അതൊരു ഗുണവത്തമായിട്ട് വരിക. ഉദാഹരണത്തിന് കഴിഞ്ഞ കൗൺസിലിൽ കൊല്ലത്ത് നടന്നപ്പോൾ ദേശീയ പ്രസിഡന്റ് പറഞ്ഞു വെച്ച ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ 2024 ഡിസംബർ 10 19 MPമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചും കമ്മീഷൻ വെട്ടിക്കുറച്ചതിനെതിരെ നടത്തിയിട്ടുള്ള സമരവും തുടങ്ങി വെച്ചത് ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷനാണ്. ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ തുടങ്ങി വെച്ച സമരത്തിന്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിലാണ് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഇത്തരം സംഘടനകൾ അതൊരു സമരത്തിലേക്ക് പോയത്. അങ്ങനെ ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ ഇപ്പൊ ഇവിടെയും തുടങ്ങി വെച്ചിരിക്കുകയാണ്. വലിയ ഒരു LIC ഏജന്റുമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിലും അതുപോലെ തന്നെ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ മുന്നിലും വിസ്തരിച്ച് നമ്മുടെ ദേശീയ പ്രസിഡന്റ് അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വേണമെന്ന് പോളിസി കിട്ടുന്ന പോലെ ഏജന്റുമാർ വാശി പിടിക്കരുത്. ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അവരുടെ ഗവൺമെന്റിന് ചില പോളിസികൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്തരത്തിൽ LIC ഏജന്റുമാരെ പറ്റി പഠിക്കുകയും LIC ഏജന്റുമാരെ കുറിച്ച് മനസ്സിലാക്കി അവിടെ എത്തിക്കേണ്ടടത്തേക്ക് എത്തിക്കുന്ന ഈ ഇന്ത്യയിലെ 13 ലക്ഷം LIC ഏജന്റുമാർക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ അതിന് നേതൃത്വം നൽകുന്നു. അത് കൃത്യമായി പഠിപ്പിച്ചതുകൊണ്ടും പറയുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പ്രേമേന്ദ്ര സാർ പറഞ്ഞു, നിങ്ങൾ നടത്തിയ സമരത്തിന്റെ ബാക്കിപത്രമാണ് നമുക്കിപ്പോൾ GST എക്സംഷൻ കിട്ടിയതും അതുപോലെ തന്നെ മറ്റിതര പ്രൈവറ്റ് കമ്പനിക്കാരൊക്കെ ഏജന്റുമാരുടെ അടുത്ത് പിടിച്ച് GST 18% പിടിച്ചപ്പോ അത് LIC ഏജന്റുമാരെ ഒഴിവാക്കി കിട്ടിയതും അതിന് 9,500 കോടി രൂപ LIC ഗവൺമെന്റിലേക്ക് അടച്ചുകൊണ്ട് LIC ഏജന്റുമാരെ ഒഴിവാക്കി കിട്ടിയതും ഇത്തരത്തിൽ നിങ്ങളുടെ ഒത്തൊരുമയും നിങ്ങളുടെ കൂട്ടായ്മയും കൊണ്ടാണെന്ന് പറയണ്ടായി. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇന്ന് ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അത് ഓരോ സമയത്ത് നമുക്ക് ആനുകൂല്യങ്ങളായിട്ട് വരുന്നതിന് നമ്മൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള കൂട്ടായ്മയും ശക്തമായിട്ടുള്ള പ്രക്ഷോഭവും അതുപോലെ തന്നെ ശക്തമായ കൂട്ടായ്മയും നിലനിന്ന് പോവാൻ സാധിക്കട്ടെ, ഓരോ ബ്രാഞ്ചിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഫെഡറേഷൻ. ഈ മാമൻ കൊണ്ടൂര് മീറ്റിങ്ങിനുണ്ടോ? ജോർജ് മാമൻ കൊണ്ടൂര് ആണെന്നുണ്ടോ പള്ളി? ഇല്ല. പിന്നെ ശശി ഉണ്ടോ? ശശിയേട്ടൻ ഉണ്ടായിരുന്നു, ഞാൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ശശി. ശശിയേട്ടൻ ഉണ്ടായിരുന്നു. ഉണ്ട്. സംസാരിക്കുക. LIC ഏജന്റുമാരുടെ കണ്ണും കരളുമായ ശ്രീ പ്രേമചന്ദ്രൻ സാർക്ക് 1000 അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡൽഹിയിലെത്തിയ നമ്മുടെ സെക്രട്ടറി ജനറൽ, വർക്കിംഗ് പ്രസിഡന്റ്, രക്ഷാധികാരി രാധാകൃഷ്ണേട്ടൻ, അതുപോലെ ഡിവിഷന്റെ, ജില്ലയുടെയും ബ്രാഞ്ചിന്റെയും ഭാരവാഹികൾ, ഓരോ അണികൾക്കും ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി എന്ന നിലയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ കാതലായ പല വിഷയങ്ങളും കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ടും അതേപോലെ തന്നെ തൊഴിൽ മന്ത്രിയുമായിട്ടും ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് ഏറെ അഭിനന്ദനാർഹമാണ്. നമ്മളെപ്പോഴും പല ഏജന്റുമാരിൽ നിന്നും അഭിപ്രായം പറയാറുണ്ട്, 360 രൂപ മേടിക്കുന്നു, എതിർ സംഘടന 150 മേടിക്കുന്നുള്ളൂ. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കേണ്ടത് 360 രൂപ വാങ്ങിക്കുമ്പോൾ 1360 രൂപയുടെ പ്രവർത്തനമാണ് LIC ഏജന്റ് ഫെഡറേഷനും അതിന്റെ ദേശീയ അധ്യക്ഷനും പ്രവർത്തിക്കുന്നത്. ഇനി ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ താഴെത്തട്ടിലേക്കും ഓരോ ഏജന്റുമാരിലേക്കും സ്റ്റാഫിന്റെ അടുക്കുകയും താഴെ ബ്രാഞ്ച് മാനേജർ അടുക്കുകയും നമ്മളാണ് ഇന്ത്യയുടെ ആരാധ്യയായ ധനകാര്യമന്ത്രിയും തൊഴിൽ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് എന്ന് അറിയിക്കാനുള്ള ബാധ്യത താഴെത്തട്ടിലുള്ള ജില്ലാ, ഡിവിഷൻ, ബ്രാഞ്ച് ഭാരവാഹികൾക്കും അണികൾക്കുമാണ്. ഇനി തുടർ പ്രവർത്തനത്തിനും നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയും വേണമെന്നും അതിന് എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്തു നിന്നും ഓരോ സംഘടനാ പ്രവർത്തനം എന്ന രീതിയിലും കോഴിക്കോട് ഡിവിഷന്റെയും കണ്ണൂർ ജില്ലയുടെയും തളിപ്പറമ്പിന്റെയും പിന്തുണ ഉണ്ടാകുമെന്നും ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ശശി. ലതമോൾ ഉണ്ടോ? കോട്ടയം ലതമോൾ.
ഹലോ മുരളി, ഏതാ പി സി കാണുന്നുണ്ട്, ആയിരിക്കോ? ലതമോളുണ്ടോ നോക്ക്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറയൂ ലതമോളെ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, ഒന്ന് വീഡിയോ ഓൺ ചെയ്താലും മതി, ഞാൻ കണ്ടുപിടിക്കാം. ഇല്ല, കാണുന്നില്ല. അപ്പൊ നമുക്ക് ഡിവിഷന്റെ കോഴിക്കോട് ഡിവിഷന്റെ ജനറൽ സെക്രട്ടറി ഓർ പ്രസിഡന്റ് 2 വാക്ക് പറയാം. ആരാളെ? വത്സരാജ് ജയപ്രകാശ് ഒന്ന് ഇത് ഓൺ ചെയ്യൂ. ഒന്ന് ക്യാമറ ഓൺ ചെയ്യും. ആരാ രാജീവേട്ട? ആരാളെ? കോഴിക്കോട് സെക്രട്ടറിയോ പ്രസിഡന്റോ വിളിക്കണം. ഒന്ന് വത്സരാജോ ആരാളെ? ജയപ്രകാശ് ഉണ്ടോ? ഒന്ന് കൈയൊന്ന് പൊക്കൂ, അല്ലെങ്കിൽ എനിക്ക് ഹാൻഡ് റൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് അടുത്ത തൃശ്ശൂരിനെ വിളിക്കും. അവര് വരുമ്പോ നമുക്ക് അടുത്ത വിളിക്കാം. തൃശ്ശൂർ ഡിവിഷന്റെ പ്രസിഡന്റിനെയോ ജനറൽ സെക്രട്ടറിയോ വിളിക്കാം. പ്രസിഡന്റ് ബാലമുദ്രൻ കൊടുത്തു. ഒരു മിനിറ്റ്, ബാലമുദ്രൻ ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യോ ബാലമുദ്രൻ? ഇല്ലാണ്ട് വരില്ലല്ലോ. ഉണ്ടുണ്ട്, അത് ടെക്നിക്കൽ ഇതായിരിക്കും. കാണുന്നില്ല. ബാലമുദ്രൻ ഒന്ന് ക്യാമറ ഓൺ ചെയ്യൂ. ഞാൻ മധുവേട്ടന് കൊടുക്കട്ടെ? കൊടുക്കും. മധുവേട്ടൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് സംസാരിക്കും. ക്യാമറ ഓൺ ചെയ്തിട്ട് സംസാരിക്കും. ഇനി ബാലമുദ്രൻ വരാച്ച അപ്പം കൊടുക്കാം. സംസാരിക്കും മധുവേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട MP ശ്രീ പ്രേമേന്ദ്രൻ സാർ, അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് രാജീവേട്ടൻ, സെക്രട്ടറി ജനറൽ രാമേന്ദ്രേട്ടൻ, രക്ഷാധികാരി രാധാകൃഷ്ണേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. മറ്റ് ഡിവിഷൻ, ജില്ല, ബ്രാഞ്ച് ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ നല്ല രീതിയിൽ അവിടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോട് സംസാരിച്ച സീതാരാമനോടും ശ്രീമതി നിർമ്മലാ സീതാരാമനോടും നമ്മുടെ തൊഴിൽ മന്ത്രി മൻസൂർ മാണ്ഡവിയോടും സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് നമുക്കൊരു കാര്യങ്ങളെല്ലാം നേടിത്തരാൻ എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും 1-2 കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ള ആ ശുഭാപ്തി വിശ്വാസത്തിൽ ഇന്ന് നമ്മൾ കൂടിയ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. എറണാകുളം സ്റ്റെവിനോ വിനയത്തിലേക്കോ? എറണാകുളം മുരളി, അവര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ നോക്കൂ. സ്റ്റെവിൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ. സംസാരിക്കൂ. ഓക്കെ. ബഹുമാനായ നമ്മുടെ ദേശീയ പ്രസിഡന്റ് NK പ്രേമേന്ദ്രൻ MP സാർ, സ്നേഹം നിറഞ്ഞ ദേശീയ ഭാരവാഹികളെ, ഡിവിഷൻ ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, ബ്രാഞ്ച് ഭാരവാഹികളെ, ബ്രാഞ്ചിലെ നല്ലവരായ സഹപ്രവർത്തകരെ, ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ എന്ന ഈ സംഘടന മാത്രമാണ് LIC ഏജന്റുമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുകയും ഏജന്റിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നാളിതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ എന്ന ഈ സംഘടന വഴി നമ്മൾ നേടിയെടുത്തതാണ്. ഇനിയും നമുക്ക് വളരെ ഏറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അത് കൃത്യമായിട്ട് ദേശീയ നേതൃത്വം നമ്മുടെ കേന്ദ്രത്തിന്റെ മന്ത്രിമാരായ ധനകാര്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് നമുക്ക് വരും നാളുകളിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ ഇരിക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഏജന്റുമാരുടെ ഈ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ബ്രാഞ്ചിലായാലും ഡിവിഷനിലായാലും സെൻട്രലിലായാലും നല്ലൊരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് നമുക്ക് വരും നാളുകളിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിന് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമം ഇനി ആവശ്യമാണ്. നമ്മുടെ ബ്രാഞ്ചുകളിൽ കൃത്യമായിട്ട് നമ്മൾ അണികളെ പറഞ്ഞ് മനസ്സിലാക്കി
കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിർത്തി നമുക്ക് ഈ വരും നാളുകളിൽ നമുക്ക് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മുടെ ഏജന്റ് സമൂഹത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൈകോർത്ത് ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ എറണാകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവങ്ങളും ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റിക്കും പ്രത്യേകിച്ച് പ്രേമചന്ദ്രൻ സാറിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഫെഡറേഷൻ. താങ്ക് യു സ്റ്റെവിൻ. കോട്ടയം വത്സരാജൻ കൈപോക്കിട്ടുണ്ട്. വത്സരായ ഓക്കെ. കോട്ടയം കഴിഞ്ഞിട്ടെ അതായത് കുര്യൻ സാർ കൊടുക്കട്ടെ. ഓക്കെ. കുര്യൻ സാർ അൺമ്യൂട്ട് ചെയ്യൂ. കുര്യൻ സാർ അല്ല അത് കേൾക്കുന്നില്ല. കുര്യൻ സാറെ ഒന്ന് തട്ടു, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. കുര്യൻ സാർ കേൾക്കുന്നില്ല. അതിലൊന്ന് തട്ടണം. ഒന്ന് അനൂപ് ഉണ്ട്. അനുവിനെ വിളിക്കും. ഒരു മിനിറ്റ്. അനൂപിന് കൊടുക്കാം. ഒരു മിനിറ്റ്. അനൂപെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. സംസാരിച്ചോളൂ. ഏറ്റവും ആരാധ്യരായ ദേശീയ സംഘടനയുടെ ദേശീയ നേതാക്കന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയും ഇന്നുമായി ഡൽഹിയിൽ നടന്ന കേന്ദ്രമന്ത്രിമാരുമായി നടന്ന ചർച്ചയെ നമ്മുടെ ഏജന്റ് സമൂഹം വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടുകൂടിയുമാണ് നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ഈ ചർച്ചയെ ഉരുത്തിരിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ഏജൻസിനെ ബാധിക്കുന്ന ഈ ദോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയും അതിന്റെ അധികാരവർഗത്തെയും ബോധ്യപ്പെടുത്താനായിട്ട് പരിശ്രമിച്ച സംഘടനയുടെ അതുല്യ നേതാവായ ശ്രീ പ്രേമചന്ദ്രൻ സാറിന് ഉള്ള ഏറ്റവും വലിയ ഒരു നന്ദിയും സ്നേഹവും കോട്ടയം ഡിവിഷന്റെ പേരിൽ ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയാ ബാക്കിയുള്ള നേതാക്കന്മാർ, നമ്മുടെ പ്രിയങ്കരായ രാമേന്ദ്രൻ സാറ്, അതേപോലെ രാധാകൃഷ്ണൻ സാറ്, രാജീവ് സാറ്, അവരെയൊക്കെ ശരിക്കും ഔപചാരികതയുടെ പേരിൽ അവർക്കും ഈ കോട്ടയം ഡിവിഷന്റെ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു നല്ല ഒരു വിജയം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. ജയ് ഫെഡറേഷൻ. താങ്ക് യു അനൂപേ. അടുത്ത തിരുവനന്തപുരം ഡിവിഷൻ ഗുരുജിക്ക് കൊടുക്കട്ടെ. ഗുരുജി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഗുരുജി അൺമ്യൂട്ട് ചെയ്യൂ. അല്ല മൈക്കിലും തട്ടു. ശരിയാവുന്നില്ലേ ഗുരുജി? ഗുരുജിക്ക് ശരിയാവുന്നില്ലേ? ഇല്ലെങ്കിൽ ഗിരീഷിനെ വിളിക്കും. ഗിരീഷ് സാറേ ഒന്ന് ക്യാമറ ഓൺ ചെയ്യൂ. ഗിരീഷിനെ കാണാമല്ലോ. ഗിരീഷ് ഒന്ന് ക്യാമറ ഓൺ ചെയ്യൂ. ഓക്കെ. ഗിരീഷെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഗിരീഷ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സംസാരിക്കൂ. ഏറ്റവും ആരാധ്യനായ ദേശീയ വർക്കിംഗ് പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനും പി രാജീവേട്ടൻ, ആരാധ്യനും ബഹുമാന്യമായ നമ്മുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ NK പ്രേമേന്ദ്രൻ MP അവർ, മുഖ്യ രക്ഷാധികാരി ശ്രീ രാധാകൃഷ്ണൻ അവർ, സെക്രട്ടറി ജനറൽ ശ്രീ K രാമേന്ദ്രൻ അവർ, ബഹുമാനപ്പെട്ട സെൻട്രൽ ഭാരവാഹികളെ, ഡിവിഷൻ ഭാരവാഹികളെ, ബ്രാഞ്ച് ഭാരവാഹികളെ, പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ദിവസമായി ബഹുമാന്യായ ധനകാര്യമന്ത്രിയോടും ബഹുമാന്യ തൊഴിൽ വകുപ്പ് മന്ത്രിയോടും ഏജന്റുമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാമെന്നും അല്ലെങ്കിൽ നേടിയെടുക്കണമെന്നും അറിയിച്ച നമ്മുടെ ദേശീയ ഭാരവാഹികൾക്ക് തിരുവനന്തപുരം ഡിവിഷൻ കൗൺസിലിന്റെ പേരുള്ള ആത്മാർത്ഥമായ അഭിനന്ദനവും അർപ്പിക്കുന്നതോടൊപ്പം തുടർ പ്രവർത്തനങ്ങൾ, നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ, നേടിയെടുക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തിരുവനന്തപുരം ഡിവിഷന്റെ പേരിലുള്ള എല്ലാവിധ ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഏജന്റ് ഫെഡറേഷൻ. താങ്ക് യു ഗിരീഷ്. ഇനി ഡിവിഷന്റെ ഭാരവാഹികൾ ആരെങ്കിലും? വത്സരാജ്. അപ്പൊ വത്സരാജിനെ വിളിച്ചോളൂ. വത്സരാജിനെ വിളിക്കണ്ടേ? വത്സരാജിനെ ഒരു മിനിറ്റ്.
വത്സരാജ് ഇവിടെ ഉണ്ടായിരുന്നു. വത്സരാജ് ഒന്ന് ക്യാമറ ഓൺ ചെയ്യേ. ഫ്രണ്ടില് കൈ പൊക്കിയിരുന്നു, ഇപ്പൊ കാണാൻ. അതെ, ഇപ്പൊ കാണാനില്ല. ഇപ്പൊ എവിടെ പോയി വത്സരാജ്? ജയപ്രകാശ് ഒന്ന് കൈ പൊക്കുന്നോ? രാമചന്ദ്രൻ കാണാണ്ട, എനിക്ക് കാണുന്നില്ല, ഞാൻ നോക്കുന്നുണ്ട്. വത്സരാജ് കുറച്ചും ഉണ്ടായിരുന്നു. ജയപ്രകാശോ കോഴിക്കോട് വത്സരാജോ ജയപ്രകാശോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. വത്സരാജൻ കാണാലോ, ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ആസ്ക് ടു അൺമ്യൂട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ കാണുന്നില്ല. നോക്കട്ടെ. അൺമ്യൂട്ട് കൊടുത്തു. എന്നാ വത്സരാജ് സംസാരിക്കൂ. ബഹുമാനപ്പെട്ട ദേശീയ നേതാക്കളെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ദേശീയ നേതാക്കളെ, നമ്മുടെ ഇന്ത്യയിലെ 13 ലക്ഷം ഏജന്റുമാരുടെ ആഗ്രഹമാണ് ഇന്ന് 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ അറിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങൾ വിശദമായിട്ട് ഇവിടെ നേതാക്കള് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ള 2 കാര്യമാണ്. നമ്മൾ പലപ്പോഴും നേരത്തെ രാമേന്ദ്രേട്ടനൊക്കെ പറഞ്ഞതുപോലെ ഈ കാര്യം ഏജന്റുമാരിൽ എത്തിക്കുന്നതിൽ നമ്മൾ പരാജയമാണ് പലപ്പോഴും. അപ്പോൾ ഇത് നാളെ തന്നെ എല്ലാ ഏജന്റിലും കാര്യങ്ങൾ അറിയിക്കാനുള്ള സംവിധാനം ബ്രാഞ്ച് തലത്തിൽ തന്നെ ഉണ്ടാവണം. അതൊന്ന്. രണ്ടാമത്, ഇതിന്റെ ഫോളോ അപ്പിലാണ് നമുക്ക് അടുത്ത വിജയം വരുന്നത്. അതുകൊണ്ട് ഏത് സംഗതികൾക്ക് നമ്മൾ പോയിന്റ് ചെയ്യുന്ന, അത് എൻ്റെ അഭിപ്രായത്തിൽ ഓൺലൈൻ മാർക്കറ്റാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഏജന്റ് സമൂഹത്തിന് വരാൻ പോകുന്ന ഒരു കാര്യം. അപ്പോ അതില് നിരന്തരമുള്ള പരിശ്രമം നമ്മളെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതേപോലെ തന്നെ പെൻഷൻ, ESI, ഒരു ക്ഷേമനിധി, ഈ രീതിക്കുള്ള എന്തെങ്കിലും ഒന്ന് പിടിച്ചു വാങ്ങാൻ ഈ ഭരണകൂടം നിലനിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധിക്കാനുള്ള തുടർ പ്രവർത്തനം ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതില് പങ്കെടുത്ത, ഈ ചർച്ചയിലും മറ്റും പങ്കെടുത്ത, വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഡൽഹിയിൽ പോയി 3-4 ദിവസം മെനക്കെട്ട്, നമുക്ക് ഏജന്റ് സമൂഹത്തിന് വേണ്ടി മെനക്കെട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ നേതാക്കളും, NK പ്രേമചന്ദ്രൻ സാറിന് ഇപ്പൊ മന്ത്രിമാരാണ് അവരുടെ പ്രവൃത്തിനെ ബഹുമാനത്തോടു കൂടി നമ്മളോട് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമാണ്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയും കൂടുതൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ഡിവിഷന്റെ എല്ലാ ഏജന്റുമാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ നേതാക്കളെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നിർത്തുന്നു. ഇനി വേറെ ആർക്കെങ്കിലും ഡിവിഷന്റെ ജനറൽ സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ജയദേവേട്ട സംസാരിക്കും. ജയദേട്ട സംസാരിക്കും. ജയദേട്ട നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ RC ജയദേവൻ. ജയദേട്ട അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിരുന്നു. ഉണ്ടോ അതിന്? ഇത്ര നേരം ഉണ്ടായിരുന്നേ. ജയദേട്ടാ, ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ടച്ച് ചെയ്യൂ ജയദേട്ടാ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ആ മൈക്കിലൊന്ന് ടച്ച് ചെയ്യൂ ജയദേട്ടാ. റെഡി? പറയൂ. ബഹുമാന്യ നാഷണൽ പ്രസിഡന്റ് ശ്രീ NK പ്രേമേന്ദ്രൻ സാർ, മറ്റ് ദേശീയ നേതാക്കളെ, പ്രിയപ്പെട്ട ഏജന്റ് സുഹൃത്തുക്കളെ, വളരെയധികം ത്യാഗോജലമായ പ്രവർത്തനമാണ് നമ്മളുടെ ദേശീയ നേതാക്കള് 3-4 ദിവസമായിട്ട് വീടും സ്വന്തം കുടുംബത്തെയൊക്കെ വിട്ട് ഡൽഹിയിൽ പോയി വളരെ ബുദ്ധിമുട്ടി എന്നറിഞ്ഞു. അത് മറ്റ് നമ്മുടെ 13 ലക്ഷം വരുന്ന ഏജന്റുമാർക്ക് ഗുണം കിട്ടുന്ന, എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്ന ഒരു സംഗതിയായിട്ടാണ് അത് പരിണമിക്കുക. അതിനുവേണ്ടി നേതൃത്വം വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പ്രസിഡന്റ് NK പ്രേമേന്ദ്രൻ സാറിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് 2 മന്ത്രിമാരെ കാണുവാനും
നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മളുടെ പല പരിപാടികളിൽ പല ആവശ്യങ്ങളും നേടിയെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അത് ഏതെങ്കിലും 1, 2, 3, 4 സംഗതികൾ നാളെ നമുക്കത് പ്രാബല്യത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ട്. ഏജന്റുമാർ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങളും ക്യാമറ ഓൺ ചെയ്യോ നമുക്ക് മുൻ നമ്മുടെ ദേശീയ നേതാക്കൾ അതിലൂടെ നേടിയെടുത്തതാണ്. അത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഓഗസ്റ്റ് 18-ന് നടക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ AGM-ൽ ശ്രീ പ്രേമേന്ദ്രൻ സാർ പങ്കെടുക്കുമെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഡ്വാൻസ് ആയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ രാജീവേട്ടൻ, അതുപോലെ ശ്രീ വളരെ എന്താ പറയുക ശ്രീ രാധേട്ടൻ, അദ്ദേഹം വളരെ ഈ അവസ്ഥയിലും ഈ വയസ്സുകാലത്ത് പോലും ഈ 3-4 ദിവസം വീട് വിട്ട് ഡൽഹിയിൽ പോയി എല്ലാ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ ഏജന്റ് സമൂഹത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അത് വളരെ സ്മരണീയമാണ്. അതെല്ലാവരും, എല്ലാ ഏജന്റുമാരും അത് ഓർക്കണം. അദ്ദേഹം നമ്മുടെ പ്രവർത്തനത്തിന്റെ സ്ഥാപക നേതാവാണ്. ചാരിറ്റബിൾ ട്രസ്റ്റ് ആയാലും സംഘടനയായാലും ഇതിനെയൊക്കെ വളർത്തി കൊണ്ടുവന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നതോടൊപ്പം നമ്മളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ ബ്രാഞ്ച് ഡിവിഷൻ തലത്തിലുള്ള ഏജന്റ് സുഹൃത്തുക്കളും ഇത് ഒരു വലിയ ഒരു ഈവൻ്റാക്കി മാറ്റിക്കൊണ്ട് എല്ലാവരിലും ഈ സംഗതി എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. നമസ്കാരം. ഏതായാലും വളരെ നല്ലൊരു ചർച്ചയാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ന്യൂഡൽഹിയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി എന്നിവരുമായി നമ്മുടെ ആരാധ്യരായ നേതാക്കൾ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രസക്തമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. നമ്മുടെ മെഡിക്ലെയിം, അതുപോലെ തന്നെ പെൻഷൻ, ESI, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ ഭീമാസുഖത്തിലത്തെ ഉള്ളതായ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യുക. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മുടെ നേതാക്കൾ ചർച്ച ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് അതിന് ശക്തി പകരുക എന്ന ലക്ഷ്യമാണ് ബ്രാഞ്ച്, ജില്ല, ഡിവിഷൻ, സെൻട്രലിന്റെ മറ്റു നേതാക്കൾക്കുള്ളത്. അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ സന്ദേശം ഓരോ ഏജൻസിനും അവരുടെ കുടുംബത്തിനും എത്തിക്കാൻ വേണ്ടി ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന, ശക്തിയായി പ്രവർത്തിക്കുന്ന എല്ലാ ബ്രാഞ്ച് ഭാരവാഹികളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്യമത്തിന് ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ തൃശ്ശൂർ ഡിവിഷൻ കൗൺസിലിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. കൂടുതൽ സെക്രട്ടറി ജനറലിനെ പ്രത്യേകം അനുമോദിക്കുന്നു. കാരണം നമ്മുടെ വാർഷിക സമ്മേളനം, ഡിവിഷൻ സമ്മേളനം ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് എന്നുള്ളത് ആദ്യമേ അദ്ദേഹം ഇവിടെ ഡിക്ലെയർ ചെയ്യുകയും ഡൽഹിയിൽ വെച്ച് ഒരിക്കൽ കൂടി തൃശ്ശൂർ ഡിവിഷൻ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ച പ്രേമേന്ദ്ര സാറിനെ പ്രത്യേകം, നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ജനറലിനെ ഒരിക്കൽ കൂടി തൃശ്ശൂർ ഡിവിഷന്റെ 1000 അഭിവാദ്യം അർപ്പിക്കുന്നു. മാത്രമല്ല, ഈ മീറ്റിംഗ് കഴിഞ്ഞതും ഡൽഹിയിൽ വെച്ച് തന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കാൻ, ഷെയർ ചെയ്യുക എന്നുള്ള മഹാദൗത്യം കൂടി ഏറ്റെടുത്ത സെൻട്രൽ ഭാരവാഹികളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് തൃശ്ശൂർ ഡിവിഷന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. ജയ് ഫെഡറേഷൻ. സാറേ, കുര്യൻ സാറ് അൺമ്യൂട്ടാണ്. കുര്യൻ സാർ സംസാരിച്ചോട്ടെ. ഗുരുജിയെ കൂടെ ഒന്ന് വിളിച്ചോളേ മുരളി. ഓക്കെ. എത്രയും ബഹുമാനപ്പെട്ട യൂണിയന്റെ നേതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മളത് ഇത്തിരി പുറകോട്ടായിരുന്നെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് അവസാന ലാപ്പിൽ നമ്മൾ ഗോളടിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റ് സംഘടനകളെല്ലാം വിട്ടിട്ട് നമ്മളാണ് ഇപ്പോൾ ഏറ്റവും മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഈ തുടർച്ച, ഈ ഒരു എനർജി നമ്മൾ അവസാനം വരെ കീപ്പ് ചെയ്യണം. ഏജന്റുമാരെ ബ്രാഞ്ചുകളിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ കൊണ്ട് നമ്മുടെ സംഘടനകളിൽ കൂടുതലായിട്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും വഹിക്കണം. എന്ത് ഏജന്റുമാരുടെ പ്രശ്നങ്ങളാണെങ്കിലും മിക്ക ബ്രാഞ്ചുകളിലും, എനിക്ക് പരിചയമുള്ള മിക്ക ബ്രാഞ്ചുകളിലും ഫെഡറേഷനാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. അതിനാൽ ഇനിയുള്ള വരെയുള്ള കാലങ്ങളിലും നമ്മളുടെ സംഘടനാ ശക്തി കുറച്ചുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഈ ഡൽഹി യാത്ര കൊണ്ട് ഉപയോഗപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ
പ്രേമേന്ദ്രൻ സാർ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, നിങ്ങൾ ഡൽഹിയിൽ വരുവാണെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്ററെ കാണാനായിട്ടുള്ള ഒരു സൗകര്യം ഞാൻ ഉറപ്പിച്ച് തരാം എന്നുള്ളത്. അത് നമുക്കൊരു വലിയ ലോട്ടറി ആയി പോയി. ഏതായാലും നമ്മുടെ നേതാക്കൾ അത്രയും പെട്ടെന്ന് പോവുകയും അവരെ കാണുകയും മന്ത്രിമാരെ കാണുകയും നമ്മുടെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. അവർക്കെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതിന് നേതൃത്വം കൊടുത്ത പ്രേമേന്ദ്ര സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഫെഡറേഷൻ. ഒരു മിനിറ്റ്, മറ്റു സംഘടനകളൊന്നും ചലിക്കുന്നില്ലല്ലോ കുര്യൻ ചേട്ടാ, പിന്നെ എങ്ങനെ അവരെല്ലാം നമ്മളാണ് മുൻപിലെന്ന് പറയാൻ? അവര് ചലിക്കുന്നേ ഇല്ല. ഇനി ചിലപ്പോ അവര് ഏതെങ്കിലുമൊക്കെ മന്ത്രിമാരെ നമ്മൾ കണ്ടോണ്ട് ഇനി കണ്ടാലായി. അതുകൊണ്ട് അവരെ കാര്യം തിരുനെൽവേലി ഡിവിഷൻ ആരെങ്കിലും ഉണ്ടോ? തിരുനെൽവേലി ഡിവിഷൻ നമ്മുടെ സെൻട്രൽ ഭാരവാഹിയോ അല്ലെങ്കിൽ മറ്റവിടുത്തെ ഡിവിഷന്റെ ഭാരവാഹികളോ ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് ഇതാക്കി ചെയ്യണേ. ക്യാമറ ഉണ്ട്, ഞാൻ പോകാൻ ചെയ്യാം. ഉണ്ട്. ഒറ്റ മിനിറ്റ് ഇപ്പൊ കുറച്ച് മുമ്പ് കണ്ടു. ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ ഓഫ് ആക്കല്ലേ. ഒറ്റ മിനിറ്റ്. ഇപ്പൊ കുറച്ച് മുമ്പ് കണ്ടു ഒരു സാർ, നമ്മുടെ തിരുനെൽവേലി സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സാറേ അത് അൺമ്യൂട്ട് ചെയ്യൂ. ഞാൻ ആസ്ക് ടു അൺമ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ടച്ച് ചെയ്താൽ മതി. സംസാരിക്കൂ. அனைவருக்கும் வணக்கம். நம்முடைய செக்ரட்டரி ஜெனரல் மற்றும் லட்சாதிகாரி மற்றும் நம்முடைய தேசிய பிரசிடென்ட் எல்லாருமாட்டு ரொம்ப கஷ்டப்பட்டு டெல்லி போய் இன்றைய நாளில் நல்லதொரு முடிவினை நமக்கு தெரிவித்துள்ளார்கள். அவர்களுக்கு கோடான கோடி நன்றியை நம்முடைய சங்கத்தின் எங்களுடைய திருநெல்வேலி சார்பாக தெரிவித்துக் கொள்கிறோம். தொடர்ந்து இந்த கோரிக்கைகளை நம்ம முன்னெடுத்து செல்லும் போது கண்டிப்பாக வருகின்ற காலங்களிலே எல்லா கோரிக்கைகளும் நமக்கு நிறைவேறும் என்பதில் எந்தவித ஐயப்பாடும் இல்லை. ஆகவே நம்ம எல்லா எல்ஐசி ஏஜென்ட்ஸும் நம்ம சங்க தலைவர்களுக்கு நல்ல ஒத்துழைப்பு நல்கி எல்லா கோரிக்கைகளையும் வென்றெடுக்க உறுதுணையாக இருப்போம் என்று கூறி இந்த நேரத்திலே அமைகின்றேன். நன்றி, வணக்கம். ഗുരുജി സംസാരിക്കൂ, കേൾക്കും. ഹലോ, കേൾക്കാമോ? ജയപ്രകാശിനെ കേൾക്കാം സാർ. ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ്, സംഘടനയുടെ രക്ഷാധികാരി, വർക്കിംഗ് പ്രസിഡന്റ്, സെക്രട്ടറി ജനറൽ, ഡിവിഷൻ, ജില്ലാ, ബ്രാഞ്ച് ഭാരവാഹികൾ, ഇതിന്റെ ഇടവേളയ്ക്ക് ശേഷം സംഘടന ഇപ്പോൾ ഒരു ഉണർവ് തന്നെ വന്നിരിക്കുകയാണ്. ഒരു പ്രത്യാശയും ഒരു പ്രതീക്ഷയും ഏജന്റന്മാർക്ക് നൽകിക്കൊണ്ട് സെൻട്രൽ കമ്മിറ്റി പ്രേമേന്ദ്ര സാറിന്റെ നേതൃത്വത്തിൽ ശക്തമായ നമ്മളെ ധനകാര്യമന്ത്രിയെയും അതോടൊപ്പം തൊഴിൽ മന്ത്രിയെയും കണ്ട് നമ്മളെ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് ശക്തമായ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യത്തിൽ വിജയിക്കാൻ കഴിയും. എന്തെങ്കിലും ആനുകൂല്യം ഈ അവസരത്തിൽ നേടിയെടുത്തു കഴിഞ്ഞാൽ സംഘടന കുറച്ചുകൂടെ ശക്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്കായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുവനന്തപുരം ഡിവിഷന്റെ പേരിലുള്ള ആത്മാർത്ഥമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയപ്രകാശോ വിനയ് ഇതിനൊണ്ടോ? വിനയ് അൺമ്യൂട്ട് ചെയ്യൂ. വിനയ് സംസാരിക്കും. ജയപ്രകാശ് ഉണ്ടെങ്കിൽ ജയപ്രകാശിനെ കൂടെ നോക്കിക്കോളേ. ഓക്കെ സാർ. കോഴിക്കോട്. ഓക്കെ. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ രാജീവ് ജി, സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ NK പ്രേമേന്ദ്രൻ സാർ, സംഘടനയുടെ രക്ഷാധികാരി ശ്രീ രാധാകൃഷ്ണേട്ടൻ, സംഘടനയുടെ എല്ലാമായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ സാർ. ഏതായാലും എന്തുകൊണ്ടും സന്തോഷപ്രദമായ ഒരു ദിനമാണ് ഇന്ന്. ഞങ്ങൾ ബ്രാഞ്ചിൽ തന്നെ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെടുത്തി മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഈ സന്തോഷപ്രദമായ കാര്യങ്ങൾ അവിടെ ലൈവായിട്ട് തന്നെ അറിയിക്കാൻ പറ്റി. സംഘടന നേരത്തെ മറ്റുള്ളവർ പറഞ്ഞ പോലെ അല്പം പിന്നിലായിരുന്നെങ്കിലും ലാസ്റ്റ് ലാപ്പിൽ അത് കയറി അങ്ങ് തിമിർത്തിരിക്കുകയാണ്. നമ്മുടെ സംഘടനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ NK പ്രേമേന്ദ്രൻ സാറിനെ നമുക്ക് പ്രസിഡന്റായി കിട്ടിയെന്നുള്ളതാണ്.
അതിനോടൊപ്പം തന്നെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസിഡിയം ഉള്ളതുകൊണ്ട് രാമേന്ദ്ര സാറും രാധാകൃഷ്ണൻ ചേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നു. നമുക്കിതൊരു മുതൽക്കൂട്ടാക്കിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടാനാവും. ഏജൻസിൻ്റെ യഥാർത്ഥ വിഷയങ്ങൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിനും അറിയാവുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രധാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും അറിയിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷപ്രദമാണ്. നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ പോലെ ഇത് ഫോളോ അപ്പ് നടത്തി അതിൽ ഫലം കിട്ടുമ്പോഴാണ് നമുക്ക് ഏറെ സന്തോഷമാകുന്നത്. എങ്കിൽ പോലും ഈ ചെയ്ത കാര്യങ്ങൾ അതാത് സ്ഥലത്ത് അതാത് ബ്രാഞ്ചുകളിൽ ജില്ലകളിൽ ഡിവിഷനുകളിൽ ഏജൻസിനെ അറിയിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ട എല്ലാ കരുക്കളും എല്ലാ ബ്രാഞ്ചുകളും ജില്ലകളും ഡിവിഷൻ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റിയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസ നടന്നുകൊണ്ട് എറണാകുളം ഡിവിഷന് വേണ്ടിയിട്ട് ജനറൽ സെക്രട്ടറി. താങ്ക് യു. ജയപ്രകാശ് അവിടെ ഉണ്ടോ? ജയപ്രകാശ് കോഴിക്കോട്. ഞാൻ വത്സരാജിനെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വത്സരാജെ ഒന്ന് ജയപ്രകാശിനെ ഒന്ന് തപ്പി എടുത്തിട്ടൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കൂ. വത്സരാജ് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ ജയപ്രകാശ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ സംസാരിക്കൂ. നമസ്കാരം. ഹലോ. കേക്കാണ്ടേ, പറഞ്ഞോളൂ. ഹലോ, പറയൂ കേക്കാണ്ടേ. ഹലോ കേക്കാണ്ടേ, പറയൂ ജയപ്രകാശ്. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഉണ്ട് കേൾക്കുന്നുണ്ട്. ജയപ്രകാശ് സംസാരിച്ചോ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. ഓക്കെ. നമ്മുടെ ദേശീയ പ്രസിഡന്റ് NK പ്രേമചന്ദ്രൻ സാർ, നമ്മുടെ സെക്രട്ടറി ജനറൽ രാമേന്ദ്രേട്ടൻ, മുഖ്യ രക്ഷാധികാരി രാധാകൃഷ്ണേട്ടൻ, നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് രാജീവേട്ടൻ, മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ, ഡിവിഷൻ ജില്ലാ ബ്രാഞ്ച് ഭാരവാഹികളെ, LIC ഏജന്റുമാരെ നേരിടുന്ന ഈ ക്രൂഷ്യൽ ഘട്ടത്തിൽ LIC ഏജന്റ് ഫെഡറേഷൻ പ്രേമേന്ദ്രൻ സാറുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് തലത്തിൽ ധനകാര്യമന്ത്രി ചെയ്ത അതുപോലെ തന്നെ ചർച്ച ചെയ്യുവാൻ നേതൃത്വം നൽകിയ ദേശീയ പ്രസിഡന്റ് NK പ്രേമേന്ദ്രൻ സാർ, വർക്കിംഗ് പ്രസിഡന്റ് രാജീവേട്ടൻ, മുഖ്യ രക്ഷാധികാരി രാധാകൃഷ്ണേട്ടൻ, സെക്രട്ടറി ജനറൽ രാമേന്ദ്രൻ എന്നിവർക്ക് കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ഉരുത്തിരിഞ്ഞ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായ എംപ്ലോയർ ബന്ധം, അതുപോലെ തന്നെ ESI PF കാര്യങ്ങൾ, നമ്മുടെ ക്ഷേമനിധി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഇവയിൽ ഏതെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, നമ്മുടെ കോഴിക്കോട് ഡിവിഷന്റെ ഉറപ്പാണ്, സെൻട്രൽ കമ്മിറ്റി പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് ഡിവിഷന്റെ ഓരോ മെമ്പർമാരും കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ തുടർന്നും ചർച്ചകൾ നിർത്താതെ പ്രധാനമന്ത്രിയായിട്ടും അതുപോലെ തന്നെ LIC ചെയർമാനുമായിട്ടും നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അത് ഓൾ ഇന്ത്യ തലത്തിൽ 13 ലക്ഷത്തിൽ പരം വരുന്ന ഏജന്റ് സമൂഹത്തിന്റെ രക്ഷയ്ക്കായി ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റിയിലെ എല്ലാ നേതാക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ പ്രസിഡന്റ് പ്രേമേന്ദ്ര സാറിനും അതുപോലെ തന്നെ ചുറുചുറുക്കുള്ള
കൂടി ഡൽഹിയിൽ ഓടിപ്പാഞ്ഞു നടന്ന നമ്മുടെ രാധാകൃഷ്ണനും സെക്രട്ടറി ജനറൽ രാമേന്ദ്രേട്ടനും വർക്കിംഗ് പ്രസിഡന്റ് രാജീവേട്ടനും കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദി, നമസ്കാരം. താങ്ക് യു ജയപ്രകാശ്. നമ്മുടെ മീറ്റിംഗിന്റെ അവസാനത്തെ ലാപ്പിലേക്ക് വരികയാണ്. വർക്കിംഗ് പ്രസിഡന്റ് ഒരു വാക്ക് സംസാരിക്കും. കേൾക്കാം. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. 9 മണിയായി. എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ താഴ്ന്ന മെമ്പർമാരെ അറിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് വളരെ ഭംഗിയായി നിർവഹിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തു. നമ്മൾ ഏകദേശം 1 മണിക്കൂറായി. നമ്മുടെ ഈ 1.5 മണിക്കൂർ 7:30 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോൾ 9 മണിയാവുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ് 400 നിന്നും 222 കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നീട്ടിക്കൊണ്ട് പോയാൽ എണ്ണം കുറഞ്ഞു വരും, പിന്നെ ലീഡേഴ്സ് മാത്രമാവും. അപ്പൊ അതുകൊണ്ട് നമുക്കത് ചുരുക്കേണ്ടതുണ്ട്. അപ്പോ ഇതില് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സെൻട്രൽ ഭാരവാഹികളും ഡിവിഷൻ ഭാരവാഹികളും അവരുടെ പ്രത്യാശകൾ അവർ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ അവര് മന്ത്രിസഭാ തലത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വന്നാൽ മാത്രമേ നമ്മൾ ഈ മുന്നോട്ട് വെച്ചേക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. അതിൽ ഏറ്റവും ക്രീമായിട്ടുള്ള പോയിന്റ്സ് നേടണമെങ്കിൽ അവരുടെ പാർട്ടിപരമായ തീരുമാനം കൂടി വരേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യും. ദേശീയ പ്രസിഡന്റിനെ കൊണ്ട് നമ്മൾ പരമാവധി എന്തായാലും അദ്ദേഹത്തിന്റെ അന്ന് ദേശീയ കൗൺസിലിൽ അദ്ദേഹത്തിന്റെ വായിന്നങ്ങ് വീണു, നിങ്ങൾ വന്നാൽ ഞാൻ വേണ്ടുന്ന സൗകര്യം ചെയ്തു തരാമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മളത് മുതലാക്കുകയായിരുന്നു. ദേശീയ പ്രസിഡന്റ് പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ ചെല്ലുമെന്നുള്ളത്, നമ്മൾ അതിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുമെന്നുള്ളത് അദ്ദേഹം ചിലപ്പം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ ആ വാക്ക് നമ്മൾ അതിൽ എന്തായാലും അക്ഷരാർത്ഥത്തിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഈശ്വരാധീനം കൊണ്ട് അത് വളരെ സക്സസ് ആയി. പക്ഷേ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു ദിവസം നിർമ്മലാ സീതാരാമൻജിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാര്യം വെച്ചാൽ അവർ അപ്പോയിന്റ്മെന്റ് ആർക്കും കൊടുക്കുന്നില്ല. കാര്യം ഈ CJPയുടെ ഇഷ്യൂവായി ബന്ധപ്പെട്ട് ആർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നില്ല. അത് അമിത്ഷായുടെ നിർദ്ദേശമാണ് മന്ത്രിമാരാരെയും എന്റർടൈൻ ചെയ്യണ്ട എന്നുള്ളത്. പിന്നെ പ്രേമേന്ദ്ര സാറിന്റെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ ശരിക്കും സ്പീക്കറുടെ പെർമിഷനിലാണ്, സ്പീക്കറിൽ നിന്നും കൂടി പെർമിഷൻ വാങ്ങിയിട്ടാണ് നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞത്. അപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത്. അല്ലെങ്കിൽ നമ്മളെ ഈ ദൗത്യം ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകുമായിരുന്നു. എന്തോ ഒരു ഈശ്വരാധീനം. ഞങ്ങളൊക്കെ എല്ലാ ദൈവങ്ങളെയും, ഞങ്ങൾ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെ ഞങ്ങൾ ഇന്നലെ മനസ്സിൽ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുകയുണ്ടായി, എങ്ങനെയെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നുള്ളത്. എന്തായാലും അത് സാധിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ബ്രാഞ്ചുകളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ ഞങ്ങൾ തരും. ഈ ഒരു ലേബർ മിനിസ്റ്ററുടെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല, അത് അവർ തന്നെ അവിടെ നമുക്ക് അയച്ചു തരിക ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ അടുത്ത ഡേറ്റിൽ തന്നെ ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്ത് ബ്രാഞ്ചിനെ അറിയിക്കും. എല്ലാവരും ഇപ്പോഴും തനതായ രീതിയിൽ, അതായത് ബ്രാഞ്ചുകൾ തനതായ രീതിയിലൊരു വാർത്ത ബ്രാഞ്ച് നോട്ടീസ് ബോർഡിൽ എക്സിബിറ്റ് ചെയ്യുക. ഡിവിഷൻ കൗൺസിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഡിവിഷൻ വെച്ചേക്കുന്ന ബോർഡുകളിൽ നമുക്ക് പബ്ലിസിറ്റിയാണ് ഇല്ലാത്തത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, നമ്മൾ അണികളും മറ്റുള്ളവരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യാം. നമ്മൾ ഏകീകരിച്ചൊരു പോസ്റ്റ് തരും, അത് അതിനുശേഷം നമ്മൾ ബ്രാഞ്ചുകളിലേക്ക് ഇത് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ വാർത്തകൾ അവിടെ ഏതെങ്കിലും പത്രങ്ങളിൽ അവിടെ തദ്ദേശീയമായിട്ട് വന്നിട്ടില്ല എങ്കിൽ അവിടെ വരുത്തുന്നതിനും കൂടിയുള്ള ശ്രമം നമ്മൾ നടത്താൻ. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് കൊടുത്താണ്ട് ഇൻ കേസ് വന്നില്ല എങ്കിൽ അവിടെ ലോക്കലി ആവശ്യപ്പെട്ടാലും അവരത് ഇടുന്നതായിരിക്കും. ലേബർ മിനിസ്റ്ററുമായിട്ടുള്ള ഡിസ്കഷൻ്റെതും വാർത്ത നമ്മൾ നാളെ കൊടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും പരമാവധി പബ്ലിസിറ്റി നമ്മുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ട്രസ്റ്റിന്റെ വാർഷികമാണ്. ട്രസ്റ്റിന്റെ വാർഷികത്തിന് എല്ലാ ട്രസ്റ്റ് മെമ്പർമാരെയും അതിന് പങ്കെടുപ്പിക്കണം. എത്ര പേര് വരുമെന്നുള്ളത് വളരെ അടുത്ത ഡേറ്റ് തന്നെ ട്രസ്റ്റ് ചെയർമാനെയോ അതല്ലെങ്കിൽ ഡിവിഷന്റെ ജനറൽ സെക്രട്ടറിമാരെയോ അറിയിക്കണം. അറിയിച്ചിട്ട് അവരിങ്ങോട്ട് നമുക്ക് ഒരു കമ്മിറ്റിക്ക് അവരത് പാസ് ഓൺ ചെയ്യും. കാര്യം ബാക്കി അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫെഡറേഷന്റെ ജന്മദിനം ഓഗസ്റ്റ് 14-ാം തീയതി നടക്കുന്ന ജന്മദിനം വളരെ സമുചിതമായിട്ട് തന്നെ നമ്മൾ എല്ലാ ബ്രാഞ്ചുകളിലും ഭംഗിയായിട്ട് അത് ആഘോഷിക്കണം, ആചരിക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം, ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് നമുക്കൊരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം ഈ 40-ാം ജന്മദിനം പ്രമാണിച്ച് നമുക്ക് എന്താ പറഞ്ഞ സംഘടനയുടെ പൊൻതൂവൽ ചേർക്കാൻ പറ്റുന്ന ഒരു ഡിസ്കഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ 40-ാം ജന്മദിനം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് അതിലും നമ്മുടെ മുഴുവൻ ആൾക്കാരും അതിലും ഭാഗവാക്കാകണം. അതിനുവേണ്ടി എല്ലാ ലീഡേഴ്സും ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ വൈകിയ വേളയിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് വിട്ടുന്നത് ശ്രീ ബൈജു ആണ്, പാലക്കാട് ശ്രീ ബൈജു ആണ്. ബാക്കി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തത് നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ മുരളിയും അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയേട്ടനും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ബാക്കി എല്ലാവർക്കും മുഴുവൻ ഡിവിഷന്റെയും ജില്ലയുടെയും ഇപ്പൊ ജില്ലാ ഭാരവാഹികൾക്കൊക്കെ സംസാരിക്കാൻ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് അവരെ വിളിക്കാതിരുന്നത്. നമുക്ക് വേറൊരു ഒക്കേഷനിൽ നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ പങ്കെടുത്ത സെൻട്രൽ ഡിവിഷൻ ജില്ലാ ഭാരവാഹികൾ അതുപോലെ തന്നെ ബ്രാഞ്ചിന്റെ ഭാരവാഹികൾ മുഴുവൻ പ്രവർത്തകർക്കും 1000 നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ജയ് ഫെഡറേഷൻ.